السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഖുർആനിന്റെ മഹത്വവും പ്രത്യേകതയും അത് പഠിക്കേണ്ടതിന്റെ അനിവാര്യതയും അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളും ഇത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴായി നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാറുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ ശ്രേഷ്ഠ വചനങ്ങൾ എന്ന് പറയുമ്പോൾ ഖുർആൻ അല്ലാഹുവിന്റെ കലാം എന്നുള്ള നിലയ്ക്ക് ശ്രേഷ്ഠ വചനമാണ്. ഖുർആനിലെ ഓരോ പദങ്ങൾക്കും ആയത്തുകൾക്കും സൂറത്തുകൾക്കും അല്ലാഹുവിന്റെ കലാം എന്നുള്ള സവിശേഷതയും പ്രത്യേകതയുമുണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന ശ്രേഷ്ഠതയും മഹത്വവും ഉണ്ട്. എന്നാൽ ചില പ്രത്യേക സൂറത്തുകളെ സംബന്ധിച്ച്, പ്രത്യേക ആയത്തുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ ശ്രേഷ്ഠതയും പ്രാധാന്യവും പ്രത്യേകമായി എടുത്തു പറഞ്ഞതായി സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അത്തരം ആയത്തുകളെക്കുറിച്ചും സൂറത്തുകളെക്കുറിച്ചുമുള്ള ചെറിയ ഒരു പഠനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഖുർആൻ തന്നെ ശ്രേഷ്ഠമല്ലേ, പിന്നെ എന്താണ് അതിലെ ശ്രേഷ്ഠവചനങ്ങൾ എന്ന് പറയാൻ കാരണം എന്ന് സംശയിക്കേണ്ടതില്ല എന്നതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഈ കാര്യം സൂചിപ്പിച്ചത്. പ്രത്യേകമായി പരാമർശിക്കപ്പെട്ട കാര്യങ്ങൾ അത് ഖുർആനിൽ പ്രത്യേകതയുള്ളവയാണ്, ആയത്തുകളും അതുപോലെ ചില സൂറത്തുകളും. ഒന്നാമതായി വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സഈദ് ഇബ്നു അൽ മുഅല്ല അദ്ദേഹം പള്ളിയിലിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സഈദിനെ വിളിച്ചു. എന്നിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളിക്ക് ഉത്തരം നൽകിയില്ല. ഫഖുൽതു യാ റസൂലല്ലാഹി ഇന്നി കുൻതു ഉസല്ലി. അദ്ദേഹം പറഞ്ഞു, ഞാൻ നമസ്കാരത്തിലായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾ വിളിച്ചതുകൊണ്ട് ഞാൻ മറുപടി നൽകാതിരുന്നത്. കാരണം നമസ്കരിക്കുകയാണല്ലോ. അപ്പൊ നമസ്കരിക്കുമ്പോൾ ഞാൻ ഇതിനെ വിളിച്ച് ഉത്തരം കൊടുക്കുക. അപ്പൊ കാലയില്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഇസ്തജീബു ലില്ലാഹി വലിർ റസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും എന്ന സൂറത്ത് അംഫാലിലെ വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിക്കൊൽപ്പിച്ചു. അല്ലാഹുവും അവന്റെ പ്രവാചകനും നിങ്ങൾക്ക് ജീവനുണ്ടാക്കുന്ന കാര്യത്തിലേക്ക് വിളിച്ചാൽ മറുപടി നൽകണം എന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടില്ലേ? അപ്പൊ എന്താ, നമസ്കാരത്തിലാണെങ്കിൽ പോലും പ്രവാചകൻ വിളിച്ചാൽ ഉത്തരം നൽകണം. എന്തേലും ഉത്തരം ചെയ്യാത്തത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സഈദിനോട് ചോദിക്കുന്നത്.
ثم قال لي لأعلمنك سورة هي أعظم السور في القرآن قبل أن تخرج من المسجد. പള്ളിയിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുകളിൽ ഏറ്റവും ആഴമായ മഹത്വമുള്ള സൂറത്ത് നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരിക തന്നെ ചെയ്യും. ثم أخذ بيدي فلما أراد أن يخرج, പള്ളിയിൽ നിന്ന് പുറത്തു പോകാൻ ഉദ്ദേശിച്ചപ്പോൾ എന്റെ കൈക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു. എന്നിട്ട് പള്ളിയിൽ നിന്ന് പുറത്തു പോകാൻ ഉദ്ദേശിച്ചപ്പോൾ ഖുൽതു ലഹു, നബിയോട് ഞാൻ ചോദിച്ചു, അലം തഖുൽ ലഅലിമന്നക സൂറത്തൻ ഹിയ അഅലമു സൂറത്തിൻ ഫിൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തരമായ സൂറത്ത് നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് നബിയെ താങ്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുവല്ലോ, അതേതാണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിന് വിശദീകരിച്ചു കൊടുത്തു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ هي السبع المثاني والقرآن العظيم الذي أوتيته رواه البخاري. أعلم السور അല്ലെങ്കിൽ അഅലമു സൂറ എന്ന് പറഞ്ഞത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയാണ്. മറ്റു ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതുകൊണ്ട് തുടങ്ങാറുണ്ടായിരുന്നു നമസ്കാരം എന്ന് ബുഖാരി എന്ന റിപ്പോർട്ടിലുള്ള ഹദീസിലാണ്. അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്ത് കൊണ്ട് തുടങ്ങുന്ന സൂറത്തുൽ ഫാത്തിഹ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഹിയ സബഉൽ മസാനി, ഈ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയിലെ 7 ആയത്തുകൾ, അതാണ് അസ്സബഉൽ മസാനി. സബഉൽ മസാനി എന്നറിയപ്പെടുന്നത് ആവർത്തിക്കപ്പെടുന്ന 7 വചനങ്ങൾ, 7 ആവർത്തിത വചനങ്ങൾ. അപ്പൊ ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 14 സൂറത്തുകളും അള്ളാഹുവിന്റെ വാചകങ്ങളാണ്. ആ നിലയിൽ അതിന് മഹത്വമുണ്ട്. എന്നാൽ 114 സൂറത്തുകളിൽ ഏറ്റവും ആഴമായ അലീം എന്ന് നമുക്കറിയാം, മഹത്വമായ ഭയങ്കരമായ, അത് എന്തിനോട് ചേർത്തി പറയുന്നുവോ അതിനനുസരിച്ച് അങ്ങനെ ഉപയോഗിക്കും. ഇവിടെ ആഴം എന്നാണ് ഉപയോഗിച്ചത്. ഏറ്റവും മഹത്വമുള്ള സൂറത്ത് സൂറത്തുൽ ഫാത്തിഹയാണ് എന്നാകുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇതേപോലെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു, ബൈനമാ ജിബ്രീലു ഖായിദുൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇരിക്കുന്നതിനിടയിൽ, അപ്പൊ പ്രവാചകരുണ്ട്, പ്രവാചകന്റെ അടുത്ത് ജിബ്രീലുണ്ട്. സമിഅ നഖീവൻ മിൻ ഫൗഖിഹി, മേൽഭാഗത്തിൽ നിന്ന്, ആകാശത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ഫറഫഅ റഅസഹു, അപ്പോൾ തല ഉയർത്തി. ഫഖാല ഹാദാ ബാബുൻ മിനസ് സമാ ഫുതിഹൽ യൗം ലം യുഫ്തഹ് ഖത്തു ഇല്ലൽ യൗം. ഈ കേട്ട ശബ്ദം വാതിലൊക്കെ തുറക്കുമ്പോണ്ടാവുന്ന ഒരു തരം ശബ്ദം, അതിനാണ് നഖീൽ എന്ന് പറയും. ആ ശബ്ദം ഇതാ ഇന്ന് ആകാശത്തിൽ ഒരു കവാടം തുറക്കപ്പെട്ടിരിക്കുന്നു. ഈ വാതിൽ ഇന്നല്ലാതെ ഇതിനു മുമ്പ് മറ്റൊരു ദിവസവും ഈ വാതിൽ തുറക്കപ്പെട്ടിട്ടില്ല. ഫനസല മിൻഹു മലക്കുൻ, ആ വാതിലൂടെ ഒരു മലക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ഫഖാല ഹാദാ മലക്കുൻ നസല ഇലൽ അർളി ലം യൻസിൽ ഖത്തു ഇല്ലൽ യൗം. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിരിക്കുക, ഇന്ന് മാത്രം തുറക്കപ്പെട്ട ഈ വാതിലിലൂടെ ഭൂമി ലോകത്തേക്ക് ഇതാ ഒരു മലക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ആ മലക്ക് ഈ ഒരു ദിവസമല്ലാതെ ഇതിനു മുമ്പൊരിക്കലും ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഫസല്ലമ വഖാല അബ്ശിർ ബിനൂറൈൻ, എന്നിട്ട് ആ മലക്ക് വന്നുകൊണ്ട് സലാം പറഞ്ഞു. വഖാല, ഈ അന്ന് മാത്രം തുറക്കപ്പെട്ട വാതിലിലൂടെ അന്ന് മാത്രം ഭൂലോകത്തേക്ക് ഇറങ്ങി വന്ന ഈ മലക്ക് പറഞ്ഞു, അബ്ശിർ ബിനൂറൈൻ, പ്രവാചകരെ 2 നൂറ് കൊണ്ട്, പ്രകാശം കൊണ്ട് താങ്കൾ സന്തോഷിച്ചു കൊള്ളുക. ഊതീതഹുമാ ലം യുതഹുമാ നബിയ്യുൻ ഖബ്ലക, നിനക്ക് നൽകപ്പെട്ട, താങ്കൾക്ക് നൽകപ്പെട്ട 2 പ്രകാശങ്ങൾ താങ്കൾക്ക് മുമ്പ് ഒരു നബിക്കും ഇതുപോലുള്ള ഒരു പ്രകാശം നൽകപ്പെട്ടിട്ടില്ല. ഫാത്തിഹത്തുൽ കിതാബ് വഖവാതീമു സൂറത്തുൽ ബഖറ, ഈ 2 പ്രകാശം എന്ന് പറയുന്നത് ഒന്ന് സൂറത്തുൽ ബഖറയാണ്, സൂറത്തുൽ ഫാത്തിഹയാണ്. രണ്ടാമത്തേത് സൂറത്തുൽ ബഖറയിലെ ഏറ്റവും അവസാനത്തിലുള്ള ആമന റസൂലു എന്ന് തുടങ്ങുന്ന അതിന് ശേഷവുമുള്ള 2 ആയത്തുകൾ.
അതാണ് സൂറത്തുൽ ബഖറയുടെ അവസാന വചനങ്ങൾ എന്ന് പറഞ്ഞു. ലൻ തഖറഅ ബിഹർഫിൻ മിൻഹുമാ ഇല്ലാ ഉതീത. ഈ രണ്ട് നൂറ് സൂറത്തുൽ ഫാത്തിഹയിലും സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ട് വചനങ്ങളും അതിൽ നിന്ന് ഒരു അക്ഷരം പോലും നീ പാരായണം ചെയ്യുകയില്ല. ഇല്ലാ ഉതീത, ആ പ്രകാശം നിനക്ക് നൽകപ്പെട്ടിട്ടല്ലാതെ. അപ്പൊ നോക്കൂ, ഞാനിതൊന്നും വിശദീകരിക്കുന്നില്ല, ഹദീസ് പറയാ, അർത്ഥം പറയാം. ഇവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അന്ന് മാത്രം ഒരു വാതിൽ തുറക്കപ്പെടും. നമുക്കറിയാം, ആകാശത്തിന് കവാടങ്ങളുണ്ട്. ആ കവാടങ്ങളിൽ പാറാവുകാരായി മലക്കുകളുണ്ട്. അള്ളാഹുവിന്റെ നിർദ്ദേശമനുസരിച്ച് ആ മലക്കുകൾ വാതിലുകൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നു. അപ്പൊ ആ ആകാശത്തിലെ ഒരു വാതിൽ അന്ന് മാത്രമേ തുറന്നിട്ടുള്ളൂ, അതിന്റെ മുമ്പ് തുറക്കപ്പെട്ടിട്ടില്ല. അതിലൂടെ ഇറങ്ങി വരുന്ന മലക്ക് മുമ്പൊരിക്കലും ഇറങ്ങി വന്നിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രത്യേക വാതിൽ തുറന്ന് ഒരു പ്രത്യേക മലക്കിനെ അയച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിന്റെ സാന്നിധ്യത്തിൽ, നമുക്കറിയാം നബിക്ക് വഹി എത്തിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആ ജിബ്രീലിന്റെ സാന്നിധ്യത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് സലാം പറഞ്ഞുകൊണ്ട് അബ്ശിർ ബിനൂറൈൻ, രണ്ട് നൂറ് കൊണ്ട്, രണ്ട് പ്രകാശം കൊണ്ട് നീ സന്തോഷിച്ചുകൊള്ളുക എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, ആ ഫാത്തിഹ സൂറത്തിനെ സംബന്ധിച്ചും സൂറത്തുൽ ബഖറയിലെ അവസാനത്തിലുള്ള രണ്ടായത്തുകൾ അതിനെ സംബന്ധിച്ച് പിന്നെ ഞാൻ വിശദീകരിക്കാം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് നൂർ എന്ന് പ്രത്യേകം ആ മലക്ക് നബിയെ സന്തോഷ വാർത്തയെ അറിയിക്കുക. നമുക്കറിയാം, അള്ളാഹു ആകാശഭൂമികളുടെ പ്രകാശമാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിറാജും മുനീറാണ്, വെളിച്ചം നൽകുന്ന വിളക്കാകുന്നു എന്ന് പ്രവാചകനെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആൻ നൂറാണ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഖുർആൻ മൊത്തത്തിൽ നൂറാണ്. പക്ഷേ ഖുർആൻ എന്ന പ്രകാശത്തിൽ നിന്ന് പ്രത്യേകമായ രണ്ട് പ്രകാശമാണ് ഈ രണ്ട് സൂറത്തുകളും എന്നാണ് ഈ ഹദീസിലൂടെ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് ഈ മലക്ക് വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഓരോന്നും പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എന്തിനാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത്. ആ നൂറ്, ഖുർആനാകുന്ന നൂറ് സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? എന്നാൽ പ്രത്യേകമായ നൂറ്, ഓരോ അക്ഷരമോദിയാൽ അള്ളാഹുവിന്റെ നൂറ് കിട്ടും എന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥവും ആശയവും പഠിക്കാനും പകർത്താനും, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ പഠിക്കാനും അത് ഓതേണ്ടുന്ന സന്ദർഭങ്ങളിൽ പ്രത്യേകമായി പാരായണം ചെയ്യുവാനും അതിന്റെ ആശയങ്ങൾ പഠിക്കാനും നമ്മൾ തയ്യാറായിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. മൂന്നാമതായി, തുർമുദി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ മാ ഉൻസിലത്ത് ഫി തൗറാത്തി വലാ ഫിൽ ഇൻജീലി വലാ ഫിൽ സബൂർ വലാ ഫിൽ ഖുർആനി മിസ്ലുഹാ وإنها سبع من المثاني بالقرآن العظيم الذي أعطيته. തൗറാത്തിലോ ഇൻജീലിലോ സബൂറിലോ വിശുദ്ധ ഖുർആനിൽ തന്നെയോ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത ഇതുപോലുള്ള ഒരു വാക്ക്, അള്ളാഹുവിന്റെ കലാം വേറെ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. നോക്കൂ, 4 വേദഗ്രന്ഥങ്ങളാണ് നമുക്ക് പേരറിയാവുന്നവ. ആ 4ന്റെയും പേര് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അതിലൊന്നും മാ ഉൻസിലത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല ഒരധ്യായം. ഏത്? വഇന്നഹാ സബഉൻ മിനൽ മസാനി. അതേതാണ്? അസ്സബഉൽ മസാനി അല്ലെങ്കിൽ സബഉൻ മിനൽ മസാനി സൂറത്തുൽ ഫാത്തിഹയാണ്. ഫാത്തിഹയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് സബഉൽ മസാനി എന്ന് പറയുന്നത്. അപ്പൊ ആ സബഉൽ മസാനി സൂറത്തുൽ ഫാത്തിഹ പോലുള്ള ഒരധ്യായം മുൻ പ്രവാചകന്മാർക്കോ അവർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളിലോ അള്ളാഹു അവതരിപ്പിച്ചിട്ടില്ല. അപ്പൊ അള്ളാഹുവിന്റെ മുൻകാല പ്രവാചകന്മാർക്കും നൽകപ്പെട്ടിട്ടുള്ള കലാമുകളിൽ, മുഹമ്മദ് നബിക്ക് നൽകപ്പെട്ട കലാമുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കലാം അത് സൂറത്തുൽ ഫാത്തിഹയാണ് എന്നാകുന്നു ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതേപോലെ വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളും പാരായണം ചെയ്യുന്നു, കൂലിയുണ്ട്, പ്രതിഫലമുണ്ട്. എന്നാൽ സൂറത്തുൽ ബഖറയിലെ, സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ ആയത്തുകൾ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അടിമയുടെ ഈ വാക്ക് കേട്ടുകൊണ്ട് അല്ലാഹു പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാം. എന്നാൽ ഖുർആനിലെ മറ്റൊരു വചനത്തെ സംബന്ധിച്ചും ഇങ്ങനെ അല്ലാഹു പ്രതികരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിച്ചു തന്നിട്ടില്ല. ഇത് നമ്മൾ കേട്ട മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഹദീസാണ്. സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ആരെങ്കിലും നമസ്കരിക്കുകയാണെങ്കിൽ അവന്റെ നമസ്കാരത്തിൽ ഫാത്തിഹ അവൻ പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ ഫഹിയ ഖിദാജ് സലാസൻ ഗൈറു തമാം, അത് ഖിദാജ എന്ന് പറഞ്ഞാൽ ഗൈറു തമാമാണ്, പൂർണ്ണമല്ല ആ നമസ്കാരം എന്ന് 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ചു പറഞ്ഞു. അപ്പൊ ഇതും ഫാത്തിഹയുടെ പ്രത്യേകതയാണ്. നമസ്കാരത്തിൽ ഒരുപാട് ദിക്റുകളുണ്ട്, ഖുർആൻ പാരായണം ചെയ്യുന്നു, ദുആകളുണ്ട്. പക്ഷേ ഫാത്തിഹ ഓതാത്തവന്റെ നമസ്കാരം പൂർണ്ണമല്ല. അപ്പൊ നമസ്കാരം പൂർണ്ണമാകണമെങ്കിൽ, ശരിയാകണമെങ്കിൽ അതിന്റെ നിർബന്ധ ഘടകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന സൂറത്തുൽ ഫാത്തിഹയാണ്. അതുകൊണ്ട് ഇതാണ് പ്രത്യേകമായ സൂറത്തായി, അതുപോലെ തന്നെ പ്രകാശമായി പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. എന്നിട്ട് അതിനുശേഷം ഇമാമിന്റെ പിന്നിൽ വെച്ച് പാരായണം ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് വിശദീകരിക്കുന്നത്. അത് ഞാൻ ഒഴിവാക്കുന്നു. ഖാലല്ലാഹു തആല, എന്നിട്ട് അതിന്റെ ഇമാമിന്റെ പിന്നിലും ഇമാമ് പിന്നെ ഫാത്തിഹയാണെങ്കിൽ മറ്റു സൂറത്തുകൾ പാരായണം ചെയ്യുമ്പോൾ മഅ്മൂമുകൾ പതുക്കെ ഓതണം, കേട്ടുന്നാൽ മതി. എന്നാൽ ഫാത്തിഹയാണെങ്കിൽ മഅ്മൂമും അത് മനസ്സിൽ ഓതണം എന്നതാണ് 2 അഭിപ്രായങ്ങളിൽ ശരിയായ അഭിപ്രായമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറിച്ച് അഭിപ്രായം പറഞ്ഞ സലഫി പണ്ഡിതന്മാരുമുണ്ട്. ഖാലല്ലാഹു തആല, എന്തുകൊണ്ടാണ് ഫാത്തിഹ പാരായണം ചെയ്യണം, ഫാത്തിഹ ഓതാത്തവന്റെ നമസ്കാരം സ്വീകാര്യമല്ല, അപൂർണമാണ് എന്ന് പറയാൻ കാരണം അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ഞാൻ നമസ്കാരത്തെ എനിക്കും എന്റെ അടിമക്കുമിടയിൽ 2 പകുതിയായി വിഭജിച്ചിരിക്കുന്നു. എന്റെ അടിമ എന്ത് ചോദിച്ചുവോ അത് അവനുണ്ട്. എന്നിട്ട് പറയാം, ഇദാ ഖാലൽ അബ്ദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ അടിമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ആ ആയത്ത് ഓതുമ്പോൾ അല്ലാഹു പറയും, ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. വഇദാ ഖാല അർറഹ്മാനുർ റഹീം, അർറഹ്മാനുർ റഹീം എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയും, അസ്നാ അലയ്യ അബ്ദി, എന്റെ അടിമ എന്നെ വാഴ്ത്തിയിരിക്കുന്നു. വൈദാ ഖാല മാലിക് യൗമിദ്ദീൻ, മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ അല്ലാഹു പറയും, മജ്ജദനി അബ്ദി, എന്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ഈ 3 ആയത്തുകൾ, ഒന്ന് ഹംദാണ്, ഒന്ന് സനാ ആണ്, ഒന്ന് തംജീദാണ്. അപ്പൊ അത് പറയുമ്പോൾ അല്ലാഹു അങ്ങനെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. വൈദാ ولعبدي ما سأل وإذا قال اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ അല്ലാഹു പറയും, ഹാദാ ലിഅബ്ദി വലിഅബ്ദി മാ സഅൽ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ അല്ലാഹു പറയും, ഹാദാ ബൈനി വബൈന അബ്ദി വലിഅബ്ദി മാ സഅൽ. ഇത് എനിക്കും എന്റെ അടിമയുടെയും ഇടയിലുള്ള പ്രശ്നമാണ്, എന്റെ അടിമ ചോദിച്ചതവനുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞാൻ സഹായം തേടുന്നു. ഇത് മനുഷ്യൻ അള്ളാഹുവിന് ചെയ്യേണ്ടുന്ന കടമയാണ്, അള്ളാഹുവിന് സൃഷ്ടികളിൽ നിന്ന് കിട്ടേണ്ടുന്ന അവകാശമാണ്. ഇത് മനുഷ്യനും അള്ളാഹുവും തമ്മിൽ സർവ്വ മനുഷ്യരോടും അള്ളാഹു എടുത്തിട്ടുള്ള ഒരു കരാറാണ്. അതുകൊണ്ടാണ് ഇത് എനിക്കും എന്റെ അടിമക്കും ഇടയിലുള്ള ഒരു കരാറാകുന്നു, ഒരു ബന്ധമാകുന്നു എന്ന് അള്ളാഹു അപ്പോൾ പ്രതികരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചോദിച്ചുവോ അതവനുണ്ട്. ഇതിനുശേഷം ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം മുതൽ വലല്ലാലീൻ വരെ ഓതുമ്പോൾ അള്ളാഹു പറയും, ഹാദാ ലിഅബ്ദി വലിഅബ്ദി മാ സഅൽ. ഇത് എന്റെ അടിമക്കുള്ളതാണ്, എന്റെ അടിമ ചോദിച്ചതവനുണ്ട്. എന്താ ചോദിച്ചത്? അള്ളാഹു എന്നെ നീ സിറാത്തൽ മുസ്തഖീമിലാക്കണമേ, നീ അനുഗ്രഹിച്ച കോപത്തിന് വിധേയമായ ആളുകളുടെതല്ലാത്ത, കിഴച്ചവരല്ലാത്ത നീ അനുഗ്രഹിച്ചത് മാർഗത്തിൽ ചൊവ്വായ പാതയിൽ ഞങ്ങളെ നീ ചേർക്കണം. അപ്പൊ അത് എന്റെ അടിമയുടെ ഏറ്റവും വലിയ ഒരു ആവശ്യമാണ്. ഇതിനേക്കാൾ വലിയ ആവശ്യം ഒരടിമയ്ക്ക് അള്ളാഹുവിനോട് പറയാനില്ല. അതുകൊണ്ടിതാ എന്റെ അടിമ നമസ്കാരത്തിൽ ഈ പറഞ്ഞ നൂറാകുന്ന അയലമു സൂറയാകുന്ന ഫാത്തിഹയിലൂടെ അവൻ പാരായണം ചെയ്തപ്പോൾ അള്ളാഹു പ്രതികരിക്കുന്നു, അടിമേ നീ ചോദിച്ചത് നിനക്കുണ്ട്. ഞാനിതൊന്നും സ്വീകരിക്കുന്നില്ല. അപ്പൊ നോക്കൂ, ഇവിടെ 5 സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാത്തിഹ ഓതുമ്പോൾ അപ്പപ്പോൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഖുർആനിലെ മറ്റൊരു ആയത്തിനെ സംബന്ധിച്ചു ഇങ്ങനെ അല്ലാഹു പ്രതികരിക്കുമെന്ന് ഒരിടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ലോകത്തെ എത്ര ആളുകൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു, അവരോടൊക്കെ അള്ളാഹു പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ പ്രാധാന്യവും മഹത്വവും നമ്മൾ ഈ ഹദീസിൽ നിന്ന് തന്നെ നേർക്കുനേരെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് മന്ത്രവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ദീർഘമായ ഹദീസാണ്. ഞാനത് ഹദീസ് വായിക്കുന്നില്ല. അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്നും മറ്റ് ആളുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ
ഞങ്ങൾ ഒരു യാത്രയിലായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് മഞ്ചിൽ എന്നാൽ ഇടത്താവളം, സത്രം അല്ലെങ്കിൽ വഴിയമ്പലം എന്നൊക്കെ പറയുന്ന യാത്രക്കടയിൽ ഇറങ്ങി താമസിക്കുന്ന വിശ്രമ സ്ഥലം. അതിനാണ് മഞ്ചിൽ ഭാഷാപരമായി ഉപയോഗിക്കുക. ഇന്നിപ്പോ നമ്മൾ വീട് മാത്രം ഉപയോഗിക്കും. അങ്ങനെ അവിടെ ഇറങ്ങിയ സന്ദർഭത്തിൽ ഒരു ജാരിയ, ഒരു പെൺകുട്ടി എന്നുണ്ട്, വേറെ ചില റിപ്പോർട്ടിൽ ഒരു സ്ത്രീ ഉണ്ട് എന്നുണ്ട്, വന്നു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ ഗോത്രത്തിന്റെ നേതാവ് സലീമുൻ ലുദിറ, അയാൾക്ക് വിഷവാദയേറ്റിരിക്കുന്നു, എന്തോ ജീവി കുത്തിയിരിക്കുന്നു, അതാണ് സലീം. നമ്മള് അബ്ദുസലീം ഒക്കെ പേരുണ്ട്, അള്ളാഹ്ക്ക് സലീം എന്ന് പേരില്ല. അബ്ദുസലീം പേരുന്നത് തെറ്റാണ്. സലീം എന്നാൽ അന്യൂനമായവൻ, രക്ഷപ്പെട്ടവൻ എന്ന് പറഞ്ഞത് പാമ്പുകൾ വിഷവാദയേറ്റവൻ എന്ന് പറഞ്ഞോ ജീവികളുടെ കുത്തുകിട്ടിയവൻ. ഇവിടെ അതാണ് സലീമുൻ, ഞങ്ങളുടെ നേതാവ് സലീമാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വിഷവാദയേറ്റിരിക്കുന്നു, എന്തോ ജീവി കടിച്ചിരിക്കുന്നു. നിങ്ങളിൽ മന്ത്രിക്കുന്ന വല്ലവരുമുണ്ടോ? അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന ഒരാൾ, അയാൾ ഈ വന്ന സ്ത്രീയുടെ കൂടെ മന്ത്രിക്കാനായി ചെന്നു. ഇയാൾ നന്നായി മന്ത്രിക്കും എന്ന് ഞങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് വിചാരിക്കുന്നില്ല. കൂടുതൽ ആൾക്കാർ പറയാൻ, കാരണം ഇയാൾ മന്ത്രിക്കുന്ന ആളായി ഞങ്ങൾക്ക് അദ്ദേഹത്തെ പരിചയമില്ല. പക്ഷേ അദ്ദേഹം പോയി. അങ്ങനെ അദ്ദേഹം ചെന്ന് ഫാത്തിഹത്തുൽ കിതാബ് ഓതി മന്ത്രിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് രോഗം സുഖപ്പെട്ടു. രോഗം സുഖപ്പെട്ടപ്പോൾ ആട്ടിൻ പച്ചത്തെ ഞങ്ങൾക്ക് പ്രതിഫലമായി നൽകി. ഞങ്ങൾക്ക് കുടിക്കാൻ പാലും തന്നു. വേറെ ചില റിപ്പോർട്ടിൽ 40 ആടുകളാണ് പ്രതിഫലമായി കിട്ടിയത്. ചില ഹദീസിൽ അവർ പ്രതിഫലം ചോദിച്ചു എന്നുണ്ട്. ഇവിടെ ചോദിക്കുന്നില്ല, മന്ത്രിച്ചു, രോഗം സുഖപ്പെട്ടപ്പോൾ പ്രതിഫലം നൽകി. അങ്ങനെ ഇത് ഓഹരി വെച്ച് അദ്ദേഹം കൊടുത്തില്ല. നബിയുടെ അടുക്കിലെത്തിയതിനു ശേഷം നമുക്കത് തീരുമാനിക്കാം, പ്രവാചകൻ അടുക്കിലെത്തട്ടെ. കാരണം നബിയോട് പറഞ്ഞിട്ടല്ല ഈ പണി ചെയ്തത്. പ്രവാചകൻ അടുക്കലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം വിശദീകരിച്ചു. നബി മന്ത്രിച്ച ആളോട് ചോദിച്ചു, മാ കാന യുദ്രീഹി അന്നഹാ റുഖിയ, ഈ സൂറത്തുൽ ഫാത്തിഹ മന്ത്രമാണ് എന്ന് അവൻ അറിയിച്ചു കൊടുത്ത കാര്യമെന്താ? ആരാണ് അറിയിച്ചു കൊടുത്തത്? എവിടുന്നാണ് വിവരം കിട്ടിയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. എന്നാൽ നീ മന്ത്രിച്ചത് ശരിയായില്ല, ഫാത്തിഹ ഓതി മന്ത്രിക്കരുതായിരുന്നു, ഫാത്തിഹയ്ക്ക് അങ്ങനെ പ്രത്യേകതയില്ല എന്നല്ല നബി പറഞ്ഞത്. മറിച്ച് ചോദ്യം ചോദിക്കുകയും നിങ്ങൾ കിട്ടിയ ഈ ആട്ടിൻപക്കത്തെ നിങ്ങൾ ഓഹരി വെക്കുക, എനിക്കും നിങ്ങളുടെ കൂടെ ഒരു പങ്ക് തരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മന്ത്രം നടത്തിയ ആളോടും കൂടെ ഉണ്ടായിരുന്ന സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടു. ഇത് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വായിച്ച വാചകം മുസ്ലിമിന്റെ പദങ്ങളാണ്. അപ്പൊ നോക്കിവിടെ ഞാനതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിച്ചപ്പോൾ വിഷബാധയേറ്റ ആൾക്ക് അദ്ദേഹത്തിന് മോചനം കിട്ടി, രോഗശമനമുണ്ടായി എന്നാകുന്നു ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ ഖുർആനിലെ ആയത്തുകൾ ഏതും ഓതി മന്ത്രിക്കാം. എന്നാൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് മന്ത്രത്തിന്റെ വിഷയത്തിൽ പ്രത്യേകമായ ഫലസിദ്ധിയുണ്ട് എന്നാകുന്നു ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ ഇതുവരെ പറഞ്ഞത് 4-5 കാര്യങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിച്ചു. 5 വിഷയങ്ങൾ പറഞ്ഞു, 5 കാര്യങ്ങൾ. ഇതൊക്കെ സഹീഹായ ഹദീസുകളുടെ വിഷയമാണ്. ഇത് മുഴുവൻ സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രത്യേകത സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും ആ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഇതിൽ ദുർബലമായ ചില റിപ്പോർട്ടുകൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത് അതുകൊണ്ടുണ്ടാകുന്ന പ്രതിഫലം വിശുദ്ധ ഖുർആനിലെ മറ്റൊന്നുകൊണ്ടും ലഭിക്കുകയില്ല. സൂറത്തുൽ ഫാത്തിഹ മീസാനിലെ തുലാസിന്റെ ഒരു കിഫ തട്ടിലും മറ്റ് ഖുർആനിലെ 113 സൂറത്തുകൾ കിഫത്തിൽ ഉഖ്റ ഒരു തുലാസിന്റെ 2ാമത്തെ തട്ടിലും വെക്കുകയാണെങ്കിൽ ലഫുദ്ദിലത്ത് ഫാത്തിഹത്തുൽ കിതാബി അലൽ ഖുർആനി 70 മറ, വിശുദ്ധ ഖുർആനേക്കാൾ 7 തവണ ഈ ഫാത്തിഹ സൂറത്ത് വെച്ച തട്ടിന് ശ്രേഷ്ഠത നൽകപ്പെടും എന്ന് പറയുന്ന ചില റിവായത്തുകളുണ്ട്. ഈ ഹദീസ് ദുർബലമാണ് എന്ന് ശൈഖ് നാസറുദ്ദീൻ അൽബാനി തന്റെ സിൽസിലത്തുൽ ലഈഫയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഫാത്തിഹ സൂറത്തിന് പ്രത്യേകതയുണ്ട്, പക്ഷേ ഇപ്പറഞ്ഞ പ്രത്യേകതയില്ല. ഫാത്തിഹത്തുൽ കിതാബ് തഅദിലു ബിസുലുസൈ അൽ ഖുർആൻ, സൂറത്തുൽ ഫാത്തിഹ വിശുദ്ധ ഖുർആനിലെ 3/2 തുല്യമാണ് എന്ന റിപ്പോർട്ടുണ്ട്. ഇത് അൽ ജാമിഉൽ സഗീറിൽ സുയൂത്തി ഉദ്ധരിച്ചതാണ്. ഇത് ലഈഫാണ് എന്ന് ശൈഖ് നാസറുദ്ദീൻ അൽബാനി നിരൂപണം നടത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതേപോലെ ഫാത്തിഹത്തുൽ കിതാബും ആയത്തുൽ കുർസിയും ലാ യഖറഉഹുമാ അബ്ദുൻ ഫീ ദാരിൻ ഫയുസീബുഹും ദാലികൽ യൗമി ഐനു ഇൻസിൻ ഔ ജിന്നിൻ,
ഒരു വീട്ടിൽ വെച്ച് ആരെങ്കിലും ഫാത്തിഹയോ ആയത്തുൽ കുർസിയോ ഒരു ദിവസം പാരായണം ചെയ്താൽ ആ ദിവസം അവന് മനുഷ്യന്റെയോ ജിന്നുകളുടെയോ കണ്ണേറ് ബാധിക്കുകയില്ല എന്ന ജാമിഉൽ സഗീറിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസ് ഇതും ദുർബലമാകുന്നു. കണ്ണേറുണ്ട്, മനുഷ്യന്റെ കണ്ണേറ് ബാധിക്കും, ജിന്നിന്റെ കണ്ണേറും ബാധിക്കും. ഇതൊക്കെ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ സൂറത്തുൽ ഫാത്തിഹയും ആയത്തുൽ കുർസിയും ഓതിയാൽ കണ്ണേറ് ബാധിക്കുകയില്ല എന്ന് പറയുന്ന ഈ റിപ്പോർട്ട് ശരിയല്ല എന്നതാണ്. ഇതേപോലെ നീ രാത്രി കിടക്കുമ്പോ ആയത്തുൽ കുർസിയും സൂറത്തുൽ ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹു അഹദും സൂറത്തുൽ ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹു അഹദും പാരായണം ചെയ്താൽ അത് അമിൻത മിൻ കുല്ലി ശൈഇൻ ഇല്ലൽ മൗത്ത്, മരണമല്ലാത്ത എല്ലാ കാര്യത്തിൽ നിന്നും നിനക്ക് നിർഭയത്വമുണ്ട് എന്ന് പറയുന്നതും ലൈഫാണ് എന്ന് സിൽസില ലൈഫിൽ ഷെയ്ഖ് അൽബാനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ വിശുദ്ധ ഖുർആനിലെ ചില സൂറത്തുകൾക്ക് ചില പ്രത്യേകമായ പേരുകൾ ഉപയോഗിക്കപ്പെട്ടതായി കാണാൻ സാധിക്കും. ഇതേപോലെ നമ്മുടെ ഖുർആൻ ക്വിസ് മത്സരങ്ങളിലും ഇസ്ലാമിക ക്വിസ് പ്രോഗ്രാമുകളിലും ഒക്കെ ചോദിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഇന്നലിക്കുല്ലി ശൈഇൻ സിനാമൻ വസിനാമുൽ ഖുർആനി സൂറത്തുൽ ബഖറ. എല്ലാറ്റിനും ഒരു സിനാമുണ്ട്. സിനാം എന്ന് പറഞ്ഞാൽ ഉയർന്നു നിൽക്കുന്ന ഭാഗം, പ്രധാനപ്പെട്ട ഭാഗം. വിശുദ്ധ ഖുർആനിന്റെ സിനാമുൽ ഖുർആൻ എന്നറിയപ്പെടുന്നത് സൂറത്തുൽ ബഖറയാകുന്നു. സയ്യിദത്തു ആയത്തുൽ ഖുർആൻ ലാ തുഖറഉ ഫീ ബൈത്തിൻ ഫീഹി ശൈത്താനുൻ ഇല്ലാ ഖറജ മിൻഹു. അതിലൊരു സയ്യിദത്തുൽ ആയ എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. അത് പാരായണം ചെയ്താൽ ആ വീട്ടിൽ പിശാച് അതിൽ നിന്ന് പുറത്തു പോകും എന്ന് പറയുന്നു. ഇത് ബഖറയെ സംബന്ധിച്ചും അതുപോലെ തന്നെ അതിലുള്ള ആയത്തുൽ കുർസിയെ സംബന്ധിച്ചുമുള്ള ഒരു പരാമർശമാണ്. ഇത് പറയാൻ പോകുന്നത് ബഖറയെ സംബന്ധിച്ചാണ്. ബഖറക്ക് പ്രത്യേകതകളുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പ്രത്യേകത സിനാമുൽ ഖുർആൻ എന്ന് പറയുന്ന സവിശേഷത അല്ലെങ്കിൽ ആ ഒരു പേര് സൂറത്തുൽ ബഖറയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല. എന്നാൽ സൂറത്തുൽ ബഖറയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതായി നമുക്ക് കാണാം. ലാ തജഅലു ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറിടങ്ങളാക്കരുത്. ഇന്ന ശൈത്വാന യൻഫിറു മിനൽ ബൈത്തി അല്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തത് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന് പിശാച് യൻഫിർ എന്ന് പറഞ്ഞാൽ വിരണ്ട് ഓടിപ്പോകും. മറ്റൊരു റിപ്പോർട്ടിൽ ലാ യദ്ഖുൽ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ പിശാച് പ്രവേശിക്കുകയില്ല. അപ്പൊ പിശാച് കയറുകയില്ല. ഉള്ള വീടാണെങ്കിൽ അതിൽ നിന്ന് പിശാച് ഓടിപ്പോകും. രണ്ടും ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി സൂറത്തുൽ ബഖറയെ സംബന്ധിച്ചും ആലു ഇമ്രാനെയും ചേർത്തുകൊണ്ട് ചില പ്രത്യേകമായ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി കാണാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാന യഖറഉ ഫീ റകഅത്തൈ അൽ ഫജ്ർ. സൂറത്തുൽ ബഖറത്തും ആലി ഇമ്രാനും പ്രത്യേകതയുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലുള്ള ചില ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പാരായണം ചെയ്യാറുണ്ടായിരുന്നു. അതിൽ സൂറത്തുൽ ഫജ്റിൽ പ്രവാചകൻ പാരായണം ചെയ്യാറുള്ള 2 ആയത്തുകളെ സംബന്ധിച്ചാണ് ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. സാധാരണഗതിയിൽ നമുക്കറിയാം സൂറത്തുൽ സുബ്ഹ് നമസ്കാരത്തിന്റെ ഫജ്ർ നമസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിൽ സൂറത്തുൽ കാഫിറൂനും അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസും ഒന്നാമത്തെയും രണ്ടാമത്തെയും റക്അത്തിൽ പാരായണം ചെയ്യാറുണ്ട്. പലപ്പോഴും ഇത് മാത്രമേ നമുക്ക് പരിചയമുള്ളൂ. എന്നാൽ സഹീഹായ ഹദീസുകളിൽ വന്നിട്ടുള്ള ഒരു കാര്യം, ഈ ആയത്തിന്റെ നമ്പറുകൾ നോട്ട് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഫജ്റിന്റെ ഒന്നാമത്തെ റക്അത്തിൽ ഖൂലു ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില ഇലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയാഖൂബ് والأسباط وما أوتي موسى وعيسى وما أوتي النبيون من ربهم لا نفرق بين أحد منهم ونحن له مسلمون എന്ന സൂറത്തുൽ ബഖറയിലെ 132ാമത്തെ ആയത്ത് ഒന്നാമത്തെ റക്അത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ഇത് അർത്ഥം പറഞ്ഞ് വിശദീകരിക്കാൻ സമയമല്ല. അതിലെന്താ പറയുന്നത്? പൂർവ്വകാല പ്രവാചകന്മാരെയും അവർക്ക് നൽകപ്പെട്ട സന്ദേശങ്ങളെയും ഒക്കെ കുറിച്ച് പറഞ്ഞതിനു ശേഷം ആ ഗ്രന്ഥങ്ങളിലും ആ പ്രവാചകന്മാരിലും ഞങ്ങൾക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ അതിൽ യാതൊരു ഏറ്റവ്യത്യാസവും കൽപ്പിക്കുന്നില്ല. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അള്ളാഹുവിന്റെ തീവ്രതീയ മുസ്ലിങ്ങളാകുന്നു. അപ്പൊ എന്താ അവിടെ ഈമാനും തൗഹീദും പ്രഖ്യാപിക്കുകയാണ്. തൗഹീദുമായി ബന്ധപ്പെട്ട ഒരായത്താണ്. അപ്പൊ രാവിലെ തന്നെ എഴുന്നേറ്റ് സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിലെ ഒന്നാമത്തെ റക്അത്തിൽ തൗഹീദിന്റെ പ്രഖ്യാപനം നടത്തുന്നു.
അൽ ആയത്തുൽ ലത്തീ ഫിൽ ബഖറ വഫിൽ ആഖിറ മിൻഹുമാ, രണ്ടാമത്തെ അധ്യായത്തിൽ സൂറത്തുൽ ബഖറയിലെ 52ാമത്തെ ആയത്ത്. അപ്പൊ ഇവിടെ വേറൊരു കാര്യം മനസ്സിലാക്കണ്ട, ആദ്യം 82 ഓതി രണ്ടാമത്തെ 112 ഓതുന്നത്, ഒന്നാമത്തെ അധ്യായത്തിൽ 132ാമത്തെ ആയത്ത് ഓതുന്നു, രണ്ടാമത്തെ അധ്യായത്തിൽ 52ാമത്തെ ആയത്ത് ഓതുന്നു. അതേതാ? ഫലമ്മാ അഹസ്സ ഈസാ മിൻഹുമുൽ കുഫ്ർ ഖാല മൻ അൻസാരി ഇലല്ലാഹ് ഖാല അൽ ഹവാരിയ്യൂന നഹ്നു അൻസാറുല്ലാഹ് ആമന്നാ ബില്ലാഹി വഷ്ഹദ് ബിഅന്നാ മുസ്ലിമൂൻ. ഈസാ നബി തന്റെ കൂടെയുള്ള ആളുകളിൽ നിന്ന് കുഫ്ർ ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം എന്നെ സഹായിക്കാൻ ആരുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ഹവാരികൾ പറഞ്ഞു, ഞങ്ങളിതാ അള്ളാഹുവിന്റെ സഹായികളാണ്, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. വഷ്ഹദ്, അള്ളാഹുവെ നീ സാക്ഷിയാവുക, ബി അന്നാ മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിങ്ങളാണ്. അപ്പൊ ആ ആയത്തും അവസാനിക്കുന്നത് ഞങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ട മുസ്ലിങ്ങളാണ് എന്ന തൗഹീദിന്റെ പ്രഖ്യാപനവും ആ വാക്ക് അള്ളാഹുവിനോട് സാക്ഷ്യമായി അംഗീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടുമാണ്. അപ്പൊ ഈ രണ്ട് റക്അത്തുകളിലും തൗഹീദിന്റെ പ്രഖ്യാപനം നടത്തുന്നു. ഇനി ഈ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു പോകാം, ഇത് ആല ഇംറാനിലുള്ള മറ്റൊരു വചനമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജ്റിലെ ആയത്തിൽ ഖൂലു ആമന്നാ ബില്ലാഹ് വല്ലത്തി ഫീ ആല ഇംറാൻ ഖുൽ യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അധ്യായത്തിൽ ഒന്നിൽ സൂറത്തുൽ ബഖറയിലെ 132ാമത്തെ ആയത്ത്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ റക്അത്തൈൻ അൽ ഫജ്ർ, ഫജ്റിന്റെ 2 റക്അത്തിൽ ഖൂലു ആമന്നാ ബില്ലാഹ് വമാ ഉൻസില ഇലൈനാ, ഏതാ ബഖറയിലെ 132 തന്നെ, അതിൽ മാറ്റമില്ല. വല്ലത്തി ഫീ ആല ഇംറാൻ ഖുൽ യാ അഹ്ലൽ കിതാബ്, അതുപോലെ തന്നെ ആല ഇംറാനിലെ 64ാമത്തെ ഖുൽ യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനകും എന്ന് പറയുന്ന ആയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഇബ്നു അബ്ബാസിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഒന്നുകിൽ സൂറത്തുൽ ബഖറയിൽ 132ാമത്തെ ആയത്ത്, രണ്ടാമത്തേതിൽ 52ാമത്തെ ആയത്ത്, അല്ലെങ്കിൽ ഒന്നാമത്തേതിൽ മാറ്റേണ്ട രണ്ടാമത്തേതിൽ സൂറത്തു ആല ഇംറാനിലെ 64ാമത്തെ ആയത്ത്. ഇതുകൊണ്ടാ വേദയുണ്ടെന്ന് എഴുതപ്പെട്ട ക്രിസ്ത്യാനികളായ ആളുകളെ, വേദഗ്രന്ഥത്തിന്റെ ആളുകളെ, വരൂ എന്തിലേക്ക്? തൗഹീദിലേക്ക് വരൂ. നമ്മൾ അല്ലാഹുവിൽ പങ്കുചേർക്കരുത്, പരസ്പരം റബ്ബുകളായി അല്ലാഹുവിന്റെ പറഞ്ഞ അറ്റാരെയും സ്വീകരിക്കരുത്. എന്നിട്ട് അവിടെ അവസാനിക്കുന്നത് ഫഖൂലു ഷ്ഹദൂ, നിങ്ങൾ പറയുക, ഇഷ്ഹദൂ, നിങ്ങൾ സാക്ഷികളായിക്കോളൂ, നിങ്ങൾ ഇത് സ്വീകരിക്കാൻ തയ്യാറില്ലെങ്കിൽ നിങ്ങൾ സാക്ഷിയാവുക, ബി അന്നാ മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിങ്ങളാണ്. അപ്പൊ ഈ 3 ആയത്തും അവസാനിക്കുന്നത് ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ നമ്മളിതൊക്കെ ഈ ആയത്ത് പഠിക്കണം, അതിന്റെ ആശയം പഠിക്കണം. എന്നിട്ട് ഖുർആൻ പാരായണം ചെയ്യും. രാത്രി സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിൽ ഈ ആയത്തുകൾ കൂടി പാരായണം ചെയ്യുക എന്നൊരു സുന്നത്ത് നടപ്പിലാക്കുവാനും അതിലടങ്ങിയിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സാധാരണ നമ്മൾ കാഫിറൂനും ഇഖ്ലാസും മാത്രം പാരായണം ചെയ്യും. എന്നാൽ ഇതും അതുപോലെ, അത് രണ്ടും തൗഹീദാണ്. ഈ 3 ആയത്തുകളും തൗഹീദുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ്. അതുകൊണ്ട് ഇതും നമ്മൾ പഠിക്കുക ചെറിയ 3 ആയത്തുകൾ മാത്രമാണ്. ബഖറ 132, 36 നേരത്തെ പറഞ്ഞിട്ടില്ല, 136, 32 പറഞ്ഞില്ലേ, 36, 52 ബഖറയിൽ തന്നെ 52. പിന്നെ ആല ഇംറാനിലെ 64ാമത്തെ ആയത്ത്, 64, അത് ഖുൽ യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാന്നല്ലേ. അതൊക്കെ നമ്മൾ സാധാരണ പഠിക്കുന്ന ആയത്തുകളാണ്. പിന്നെ അപ്പൊ ബഖറയിലുള്ള 136ാമത്തെ ആയത്തും 52ാമത്തെ ആയത്തിന്റെ സവിശേഷത. ഇതുപോലെ ഈ സൂറത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു ആയത്താണ് ആയത്തുൽ കുർസി. ഇതും അതിന്റെ ആശയങ്ങളും കാര്യങ്ങളും വിശദീകരിക്കുന്നില്ല. നേരത്തെ ഒരു നോമ്പിലൊരു ക്ലാസ്സിൽ 2 മണിക്കൂറോളം ഈ ആയത്തുൽ കുർസി മാത്രം ഒരു ക്ലാസ്സിലാണ് വിശദീകരിച്ചിരുന്നത്. ഇവിടെ മിൻ കിതാബില്ലാഹി മാ തആല ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ, നിന്റെ കൂടെയുള്ളതിൽ അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഏതാണ് ആഴം
ഏറ്റവും മഹത്തരമായ ആയത്ത്. നേരത്തെ പറഞ്ഞെന്താ? അളമു സൂറയാണ് ഏറ്റവും മഹത്തരമായ സൂറത്ത്. ഇവിടെ ചോദിക്കുന്നത് അളമു ആയ, ഏറ്റവും മഹത്തായ ആയത്ത് ഏതാണ്? അല്ലാഹു റസൂലുഹു അഅലം. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവും റസൂലിനും അറിയാം. ഖാലയ അബൽ മുൻദിർ അതദ്രി അയ്യ ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅലം. വീണ്ടും ചോദിച്ചു അബുൽ മുൻദിറെ. അബുൽ മുൻദിർ എന്നത് ഇയാളുടെ കുഞ്ഞേട്ടായിട്ടാണ് ഉബയ്യ് ഇബ്നു കഅബിന്റെ. അബുൽ മുൻദിറെ, അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് നിന്റെ കൂടെയുള്ളതിൽ അഅലം ഏതാണ് എന്ന് നിനക്കറിയുമോ? ഖാല ഖുൽതു. രണ്ടാമത്തെ ചോദ്യത്തിന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു തന്നെ മറുപടി നൽകി, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ അങ്ങനെ തുടങ്ങുന്ന സൂറത്തുൽ ബഖറയിലെ 255 255 ഇതാണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി എന്ന് പറയാൻ കാരണം അതിൽ വസിഅ കുർസിയ്യുഹു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കുർസിയെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്. തൗഹീദിന്റെ സാധാരണ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന, അള്ളാഹു ആര് എന്ന് പരിചയപ്പെടുത്തുന്ന, അള്ളാഹുവിന്റെ കഴിവുകൾ വിശദീകരിക്കുന്ന ഒരു വചനമാണ് ആയത്തുൽ കുർസി. അതുകൊണ്ട് തന്നെയാണ് അഅലമു ആയ. വിശുദ്ധ ഖുർആനിലെ 6000-ലധികം വരുന്ന വചനങ്ങൾ മുഴുവൻ മഹത്തരമായ ആയത്തുകളാണ്, അള്ളാഹുവിന്റെ കലാമെന്നുള്ള നിലത്തിൽ. പക്ഷേ അതിൽ ഏറ്റവും മഹത്തായ ആയത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ആയത്തുൽ കുർസിയെ സംബന്ധിച്ചാണ്. ഈ ആയത്തുൽ കുർസി പിന്നെ അതിന്റെ വിശദാംശങ്ങളൊക്കെ തഫ്സീറൊക്കെ നോക്കി മനസ്സിലാക്കുക. ഹദീസിൽ വന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാം. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ ആയത്തുൽ കുർസി ദുബുറ കുല്ലി സ്വലാത്തിൻ ലം യംനഅഹു മിൻ ദുഖൂലിൽ ജന്ന ഇല്ലാ അൻ യമൂത്. നസായി റിപ്പോർട്ട് ചെയ്യുന്നു. ആരെങ്കിലും ആയത്തുൽ കുർസി ഫർള് നമസ്കാരങ്ങൾക്ക് പിറകെ ചെല്ലിയാൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനും അവനും ഇടയിൽ ഒരു തടസ്സവുമില്ല, ഇല്ല അൻ യമൂത, അവൻ മരിക്കുക എന്നതല്ലാതെ. അപ്പൊ സ്വർഗം ഉറപ്പാണ്. സ്വർഗത്തിൽ എത്രയെങ്കിലും എന്ത് ചെയ്യണം? മരിക്കണം. മരണം മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ തടസ്സമുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലാണ്. അപ്പൊ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നത് പതിവാക്കുക. നമുക്ക് അസ്തഗ്ഫിറുല്ലാഹ് തന്നെ ചെല്ലാൻ നേരം ഉണ്ടാവില്ല, അതിന്റെ അടുത്ത് നീറ്റ് കൂടും. ഓട്ടത്തിൽ ചെല്ലിയാലും അതിന്റെ കൂടിയിട്ടും ഇരുന്ന് ചെല്ലുന്നതിന്റെ കൂടി ഇട്ടൂടെ. ഇരുന്ന് ചെല്ലുന്നതിന്റെ വേറെ പ്രത്യേകത ഉണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ ആയത്തുൽ കുർസി ഒരു 3-4 വരി വരുന്ന ഒരായത്താണല്ലോ. ഇത് അർത്ഥം പഠിച്ച്, വെറുതെ ഓതുന്നതിനേക്കാൾ പ്രത്യേകതയുണ്ട്. അർത്ഥം പഠിച്ച് ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ചെല്ലും. കാരണം ഈ തൗഹീദിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളണം. അപ്പൊ അത് മനസ്സിൽ തട്ടിച്ചെല്ലുമെന്ന വിശ്വാസത്തിൽ നമ്മെ അത് പിടിച്ചു നിൽക്കുന്നു. ശിർക്കിലേക്ക് വഴി പോവുകയില്ല. യഥാർത്ഥ ഈമാനെ ഇടക്കിടക്ക് നമ്മുടെ മനസ്സിനെ ഓർമ്മപ്പെടുത്തുന്നു. ഇതിനൊക്കെ അത് ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെയാണ് തൗഹീദിന്റെ ആയത്ത് എന്നുള്ളത് കൊണ്ട്, അള്ളാഹുവിലുള്ള വിശ്വാസം അരക്കത്തുറപ്പിക്കാൻ പറ്റുന്ന ആയത്ത് എന്നുള്ളത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം, കാരണം ഏറ്റവും വലിയ ഇബാദത്താണ് നമസ്കാരം, ആ നമസ്കാരത്തിന് ശേഷം ഏറ്റവും ആഴമായ ആയത്ത് അതിന് പിറകെ ഓടുന്നു. അപ്പോ അവന് സ്വർഗം ഉറപ്പാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതേപോലെ രാത്രി ഇത് പാരായണം ചെയ്താൽ അവന് അള്ളാഹുവിൽ നിന്നുള്ള സംരക്ഷണം ഉണ്ടാകും എന്ന് നേരം വിളിക്കുന്നതുവരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്തതല്ല, അദബുൽ മുഫ്രദിലാണ് എന്നാണ് എന്റെ ഓർമ്മ. അതിൽ ഇതും സാധാരണ ജിന്നീത്താനൊക്കെ ബന്ധപ്പെട്ട വിഷയവുമായി ചില ആളുകൾ പരിഹസിക്കുന്നതും അതിന്റെ മറുപടി പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഹദീസാണ്. അതിന്റെ ആശയം മാത്രം പറയാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തിന്റെ മുതൽ സംരക്ഷിക്കാൻ വേണ്ടി അതിന് ചുമതല ഏൽപ്പിച്ചു. അങ്ങനെ ഒന്നല്ല 2 രാത്രി ഒരാൾ വന്നു, എന്നിട്ട് അയാൾ സദഖയിൽ നിന്ന് വാരിക്കൊണ്ടുപോകുന്നു. യഹ്സൂൻ എന്ന കൈകൊണ്ട് ഇങ്ങനെ വാരിക്കൊണ്ടുപോവുക. 3-ാമത്തെ രാത്രിയും വന്നു. അപ്പോ അബൂ ഹുറൈറ, സൂക്ഷിപ്പുകാരനായ ചുമതലയുള്ള അബൂ ഹുറൈറ പറഞ്ഞു, ലഅർഫഅന്നക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി ഞാൻ വിടുക തന്നെ ഞാൻ നബിയുടെ അടുക്കലേക്ക് ഇതിന്റെ പ്രശ്നം ഞാൻ ഉയർത്തും, ഞാൻ ബോധിപ്പിക്കും. അപ്പോ ഈ വന്ന ആള് പറഞ്ഞു, ദാഇനി എന്നെ നീ വിട്, വഅല്ലിമുക കലിമാത്തിൻ യൻഫഉക അല്ലാഹു ബിഹിന്ന, നിനക്ക് ഞാൻ ചില കലിമാത്തുകൾ പഠിപ്പിച്ചു തരാം. ആ കലിമാത്തുകൾ, വചനങ്ങൾ കൊണ്ട് അള്ളാഹു നിനക്ക് ഉപകാരം ചെയ്യും. വകാനു അഹറസ ശൈഇൻ അലൽ ഖൈർ, സഹാബികളെ സംബന്ധിച്ച് മൊത്തത്തിൽ പറയാൻ, സഹാബികൾ ആരാ? ഉപകാരമുള്ള ഒരു കാര്യം കേട്ടാൽ, ഹൈറായ ഒരു കാര്യം മനസ്സിലാക്കാൻ അവർ ഏറ്റവും അത്യാർത്ഥിയുള്ളവരായിരുന്നു. ഇത് അബൂ ഹുറൈറയെ സംബന്ധിച്ച് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസ് പറഞ്ഞത് നമുക്ക് കാണാം. ഏത്?
അള്ളാഹുവിന്റെ ശഫാഅത്ത് കിട്ടുന്ന സൗഭാഗ്യവാൻ ആരാണ്, അതാർക്കാണ് കിട്ടുക എന്ന് പറയുന്ന കൂട്ടത്തിൽ അബൂ ഹുറൈറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോ നബി പറയാൻ, നീയല്ലാതെ മറ്റാരും എന്നോട് ഇത് ചോദിക്കുകയില്ല, കാരണം നീ അതിന് അത്തരം കാര്യങ്ങൾ ചോദിച്ചറിയാൻ താല്പര്യമുള്ള അഹറസാണ് എന്ന് എനിക്കറിയാം എന്ന് അബൂ ഹുറൈറയെ കുറിച്ച് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താ, സഹാബത്ത് മൊത്തത്തിൽ അങ്ങനെയായിരുന്നു. എന്നിട്ട് ഈ വന്ന മനുഷ്യൻ പറഞ്ഞു കൊടുത്തു, ഇതാ അവൈത്തയില ഫിറാസിക്ക ഫഖർ ആയത്തുൽ കുർസി, നീ കിടക്കാൻ എന്ന വിരിപ്പിലേക്ക് അഭയം തേടിയാൽ അപ്പോൾ നീ ആയത്തുൽ കുർസി അവസാനിക്കുന്നത് വരെ ഹത്താ തഖ്തിമഹ, നീ അത് തീരുന്നത് വരെ പാരായണം ചെയ്യുക. ഫഇന്നഹു ലൻ യസാല അലൈക മഅല്ലാഹി ഹാഫിൽ, നിന്റെ കൂടെ അല്ലാഹുവിൽ നിന്ന് ഒരു ഹാഫിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഒരിക്കലും ഉണ്ടാവുന്നില്ല, എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. വലാ യഖറബക ശൈത്വാനുൻ ഹത്താ തുസ്ബിഹ, നേരം വെളുക്കുന്നത് വരെ പിശാച് നിന്നെ സമീപിക്കുകയുമില്ല, എന്റെ അടുക്കലേക്ക് വരില്ല എന്ന് ഈ വന്ന മനുഷ്യൻ അബൂ ഹുറൈറയെ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നേരം വെളുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പറഞ്ഞു, ഇങ്ങനെയൊക്കെ 3 ദിവസങ്ങൾ ഉണ്ടായി, ഇന്ന് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, ഞാനിങ്ങനെ പറഞ്ഞു, അയാൾ അപ്പം എന്നോട് ഇങ്ങനെ ഈ ആയത്തുൽ കുർസി ഓതാൻ വേണ്ടി പഠിപ്പിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വദഖക വഹുവ കദൂബ്, അവൻ നിന്നോട് പറഞ്ഞ വിഷയം സത്യമാണ്. ഏത് ആയത്തുൽ കുർസി ഓതിയാൽ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളൊരു ഹാഫിൽ, ഒരു സംരക്ഷകൻ നിനക്കുണ്ടാകും, അതായത് സംരക്ഷകനായ ഒരു മലക്കിനെ അള്ളാഹു കൊടുത്തും, പിന്നെ പിശാച് നിന്നെ സമീപിക്കുകയില്ല. അത് ശരിയാണ്, പക്ഷെ പറഞ്ഞ ആളായ വഹുവ കദൂബ്, അത് പെരും കള്ളനാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ പെരുങ്കള്ളൻ ആരാ? ഇബ്ലീസാണ്. അപ്പൊ ഇത് കള്ളനും ശൈത്താനാണ് വേണം ആയത്തുൽ കുർസി പഠിപ്പിച്ചു കൊടുക്കാൻ എന്നൊക്കെ വിമർശിച്ചുകൊണ്ട് ഇതിനെ എതിർക്കുന്ന ആളുകളുണ്ടാവും. എന്നിട്ട് ആ ഹദീസിന്റെ അവസാന ഭാഗത്തന്നാണ് ഇവിടെ സത്യം പറഞ്ഞ പെരുങ്കള്ളൻ എന്ന് പറഞ്ഞതാരാ? അത് പിശാചാകുന്നു. അപ്പൊ നോക്കൂ, ഈ ഹദീസിൽ നിന്ന് രാത്രി കിടക്കുമ്പോ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ അവിടെ അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ ഒരു സംരക്ഷണവും അതുപോലെ തന്നെ പിശാചിന്റെ ഉപദ്രവങ്ങൾ ഏൽക്കാതിരിക്കുകയും ചെയ്യും. അപ്പൊ ഏറ്റവും വലിയ സംരക്ഷണം അത് അല്ലാഹുവിന്റെ പക്കൽ സംരക്ഷണമാണ്. ആ സംരക്ഷണം കിട്ടാനുള്ള മാർഗം എന്താണ്? ആയത്തുൽ കുർസി പാരായണം ചെയ്തുകൊണ്ട് കിടക്കുക എന്നുള്ളതാണ്. അപ്പൊ 2 കാര്യങ്ങൾ, ഒന്ന് ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം, രണ്ടാമത്തേത് പിന്നെ രാത്രി കടന്നുറങ്ങുന്ന സമയത്ത്, മൂന്നാമത്തേത് രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകളിൽ ഒരുപാട് പ്രാർത്ഥനകളും ദിക്റുകളുണ്ട്, അതിൽ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. ഇത് ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം. വേറെ ഒരു വിഷയമാണ്, നേരത്തെ പറഞ്ഞ ഹദീസിൽ അബൂ ഹുറൈറയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇവിടെ ഈ പറയുന്ന ഹദീസുകളിലുള്ളത് ഉബയ്യ് ബിൻ കഅബ്, നേരത്തെ ആയത്തുൽ കുർസിയെ അളമോ ആയ എന്നിട്ട് ചോദിച്ചപ്പോൾ രണ്ടാമത് ദിവസം മറുപടി പറഞ്ഞ ഉബയ്യ് ബിൻ കഅബ്. ആ ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അദ്ദേഹത്തിന്റെ മക്കൾ റിപ്പോർട്ട് ചെയ്യുന്നു. മക്കളായ 2 പേർ ഈ ഹദീസ് ഉദ്ധരിച്ചതായി കാണാൻ സാധിക്കും. ഒന്ന് മുഹമ്മദും, രണ്ടാമത്തേത് അബ്ദുള്ളയും. ഉബയ്യ് ബിൻ കഅബിന്റെ 2 മക്കൾ 2 സംഗതികളിലൂടെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താ അതിൽ പറയുന്നത്? ഉബയ്യ് ബിൻ കഅബിന് കാരക്ക സൂക്ഷിച്ചു വെക്കുന്ന ഒരു മെതിക്കളമുണ്ടായിരുന്നു. അത് സൂക്ഷിച്ചു വെക്കുക, അതിന്റെ കുരുവൊക്കെ പൂട്ടി കളയുക, ഉണക്കുക, ഇതൊക്കെ ചെയ്യാൻ നമ്മൾ കളം എന്ന് പറയുന്നതാണ്. മെതിക്കളം, നെല്ലൊക്കെ മെതിക്കാനൊക്കെ ഉപയോഗിക്കുന്ന, പണ്ടിപ്പാവുന്നില്ല. അപ്പൊ ഈ കാരക്കയുടെ കളമുണ്ടായിരുന്നു. അത് ഇങ്ങനെ കുറഞ്ഞു പോകാൻ തുടങ്ങി, കുറഞ്ഞു പോകാൻ കാരക്ക അങ്ങനെ കുറയാൻ തുടങ്ങിയ ഇയാള് പിന്നെ കാവൽ നിന്നപ്പോ ഒരു ദിവസം അതാ പ്രായപൂർത്തിയെത്തിയ അൽ ഗുലാമുൽ മുഹ്തലി, പ്രായപൂർത്തിയ കുട്ടിയോട് സാദൃശ്യമുള്ള ഒരു മൃഗം, ഒരു കുട്ടിയോട് സാദൃശ്യമുള്ള ഒരു മൃഗം വന്നു നിൽക്കുന്നു. സലാം പറഞ്ഞു, സലാം മടക്കി. ഉബയ്യ് ബിൻ കഅബ് ചോദിച്ചു, നീ ആരാണ്? മനുഷ്യനാണോ അല്ല ജിന്നാണോ? അപ്പോ വന്ന ആള് പറഞ്ഞു, ലാ ബൽ ജിന്നിയും, ഞാൻ മനുഷ്യനല്ല, ജിന്നാൻ. അപ്പൊ നാദിനി നീ ജിന്നാണെങ്കിൽ നിന്റെ കൈയൊന്ന് കാണട്ടെ. അങ്ങനെ ഈ വന്ന കുട്ടിയോട് സാദൃശ്യമുള്ള ഈ മൃഗം കൈ നീട്ടി. അപ്പോഴതാ ഫൈദ യദുഹു യദു കൽബിൻ വ ശഅറുഹു ശഅറു കൽബിൻ. കൈ നീട്ടി നായയുടെ കയ്യാണ്. ആ കൈ നിറയെ രോമങ്ങളുണ്ട്. ഇങ്ങനെയാണ് ജിന്നുകളുടെ സൃഷ്ടിപ്പ് എന്ന് ഈ വന്ന ആള് പറയുകയും ചെയ്യും. അത് അലിമത്തിൽ ജിന്നു. ഞാൻ പറഞ്ഞതൊന്നും വിശദീകരിക്കേണ്ട സമയം, നമ്മുടെ വിഷയവും ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുക.
അലിമത്തിൽ ജിന്നു അന്നമാ ഫീഹിം റജുലുൻ അസദ്ദു മിന്നി. ജിന്നുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ വന്ന ആൾ പറയാം, ജിന്നുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അവരുടെ കൂട്ടത്തിലുണ്ട്, മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് അസദ്ദു മിന്നി, എന്നേക്കാൾ ശക്തന്മാരായ ആളുകൾ. എന്നൊരു പറഞ്ഞു. അല്ല, അവരുടെ കൂട്ടത്തിൽ, ജിന്നുകളുടെ കൂട്ടത്തിൽ എന്നേക്കാൾ ശക്തരായ ആളുകളുണ്ട്. എന്തിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് ഉബയ്യ് ഇബ്നു കഅബ് ജിന്നോട് ചോദിച്ചു. അപ്പൊ ജിന്ന് പറഞ്ഞു, എനിക്ക് വിവരം കിട്ടി, ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, നീ സദഖ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പൊ എന്റെ ഭക്ഷണത്തിൽ നിന്ന് സദഖയായി കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഉബയ്യ് ഇബ്നു കഅബ് സദഖയുള്ള ആളാണ്, അപ്പൊ നിന്റെ കുറച്ച് ഭക്ഷണം കിട്ടുമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പൊ ഉബയ്യ് ഇബ്നു കഅബ് ചോദിച്ചു, ജിന്നുകളായ നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ നൽകുന്ന സംഗതി എന്താ? ഫമാ യുംദീന മീൻകും. അപ്പോ ഇയാൾ പറഞ്ഞു കൊടുത്തു, ഹാദിഹിൽ ആയ അല്ലത്തി ഫീ സൂറത്തുൽ ബഖറ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. സൂറത്തുൽ ബഖറയിലെ ഈ ആയത്തുൽ കുർസി എന്ന ആയത്താണ്. മൻ ഖാലഹാ ഹീന യുംസി, വൈകുന്നേരമാകുമ്പോൾ ആരെങ്കിലും അത് പറഞ്ഞാൽ ഉജീറ മിന്നാ ഹത്താ യുസ്ബിഹ, നേരം വെക്കുന്നത് വരെ അവന് ഞങ്ങളിൽ നിന്ന് രക്ഷയുണ്ട്. ആരിൽ നിന്ന്? ജിന്നുകളിൽ നിന്ന്. വമൻ ഖാലഹാ ഹീന യുസ്ബിഹ് ഉജീറ മിന്നാ ഹത്താ യുംസിയ, രാവിലെ ആരെങ്കിലും ഇത് പാരായണം ചെയ്താൽ വൈകുന്നേരമാകുന്നത് വരെ ജിന്നുകളിൽ നിന്ന് അവന് സംരക്ഷണം ഉണ്ടാകും. ഫലമ്മ അസ്ബഹ, നേരം വെളുത്തപ്പോ ഉബയ്യ് ഇബ്നു കഅബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു, എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യ് ഇബ്നു കഅബിനോട് പറഞ്ഞു, സദഖൽ ഖബീസു, വൃത്തികെട്ടവൻ സത്യം പറഞ്ഞിരിക്കുന്നു. ഹബീസ് നമുക്കറിയാം, ത്വയ്യിബിന്റെ ഉപരിതാണ് ഹബീസ്. ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ നല്ലത്, പരിശുദ്ധൻ. ഹബീസ് പരിശുദ്ധമല്ലാത്തവൻ, ചീത്തയായവൻ. അതാരാ? ഈ ശൈത്താൻ. ശൈത്താൻ സത്യം പറഞ്ഞിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യ് ഇബ്നു കഅബിനോട് പറഞ്ഞു. അപ്പൊ രണ്ടും രണ്ട് രീതികളാണ്, രണ്ടും രണ്ട് സംഭവമാണ്. ഒന്ന് ബൈത്തുൽ മാലിന്റെ സക്കാത്ത് സംരക്ഷിക്കുകയാണ്, മറ്റത് ഒരാളുടെ സ്വന്തം ചാരക്കേട്. രണ്ടും നെരിയാണെന്ന് പറയുന്നത്, രണ്ടിലും ഒരേ ആശയമുള്ള രണ്ട് പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. ശൈഖ് നാസിറുദ്ദീൻ അൽബാനി സഹീഹ് തർഗീബ് വ തർഹീബ്, അത്തർഗീബ് വ തർഹീബിന്റെ സഹീഹിൽ ഈ ഹദീസ് സഹീഹാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മുസ്തഫ അബ്ദുൽ ഖാദിർ അഫ എന്ന് പറയുന്ന ഹദീസ് നിരൂപകൻ ഇതിന്റെ സനദ് സ്വീകാര്യയോഗ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം ഹൈസമി മജ്മഇൽ റിജാലുഹു സിഖാത്തുൻ, ഇതിന്റെ പരമ്പരയിലുള്ള ആളുകൾ സ്വീകാര്യയോഗ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അൽമിയാഉൽ മഖ്ദിസി അൽ മുഖ്താറ അൽ ഹദീസുൽ മുഖ്താറ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും, ഇമാം നസായി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലും, ഇബ്നു ഹിബ്ബാൻ അദ്ദേഹത്തിന്റെ സഹീഹിലും, അതുപോലെ തന്നെ തബറാനി മുഅ്ജമുൽ കബീറിലും, ഹാക്കിം മുസ്തദറക്കിലുമൊക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചത് കാണാം. അപ്പൊ ഇത് ശരിയല്ല എന്ന് വിചാരിക്കേണ്ടതില്ല. ഈ ആളുകൾ റിപ്പോർട്ട് ചെയ്യുകയും 2-3 ഹദീസ് നിരൂപകന്മാർ ഇത് സഹീഹാണ് എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ കിട്ടി? 1 എല്ലാ ഭരണസ്കാരത്തിനും ശേഷം, 2 രാത്രി ഉറങ്ങാൻ നേരത്ത്, 3 രാവിലെയും വൈകുന്നേരവും ഈ ആയത്തുൽ കുർസി പാരായണം. ഇപ്പൊ 5, 6, 8 തവണ ഒരു ദിവസം ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ പിശാചിൽ നിന്നുള്ള സംരക്ഷണവും അതോടൊപ്പം അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ കാവലുമാണ് നമുക്ക് അള്ളാഹു വാഗ്ദാനം. അതുകൊണ്ട് തന്നെയാണ് അതിലടങ്ങിയിരിക്കുന്ന ആശയങ്ങൾ കൊണ്ടാണ് ഇത് അയളമു ആയ എന്ന് അറിയപ്പെടുന്നത്. അപ്പോ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെ കേൾക്കുമ്പോ നമ്മളൊക്കെ ഇതിന്റെ ഒരു ഭാഗമെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന ഒരു ചോദ്യമാണ് നമ്മുടെ മനസ്സിനോട് ഉണ്ടാകേണ്ടത്. 4-മത്തേത് ഫാത്തിഹയുടെ സൂറത്തുൽ ബഖറയുടെ അവസാനത്തിലുള്ള 2 ആയത്തുകൾ നേരത്തെ പറഞ്ഞു. പ്രത്യേകമായ ഒരു മലക്ക് പ്രത്യേകമായ വാതിലൂടെ വന്ന് അബ്ശിർ ബി നൂറൈൻ എന്ന് പറഞ്ഞതിൽ ഒന്ന് സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകളാണ്. ആ ആയത്തുകൾ നമ്മൾ കാണാതെ പഠിക്കുകയും അതിന്റെ ആശയം ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ നൽകിയത് ഭൂമിയിൽ വെച്ചാണ്. എന്നാൽ ആകാശ ലോകത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ 2 വചനങ്ങളും ആകാശ ലോകത്ത് വെച്ച് അള്ളാഹു നിർബന്ധമാക്കിയ ഒരേ ഒരു ആരാധനാകർമ്മവും, അത് 1 നമസ്കാരവും, 2 സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 വചനങ്ങളുമാണ്. ബാക്കിയൊക്കെ ഭൂമിയിലാണ്. അപ്പൊ എന്താ ഇത്? ഈ വിഷയങ്ങളുടെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടുത്തുന്നു. ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന നമസ്കാരമാണ്. അത് ആകാശ ലോകത്ത് വിളിച്ചു വരുത്തി 7-ാം ആകാശത്ത് വെച്ചാണ് അള്ളാഹു 50 വക്ത് നിർബന്ധമാക്കി 5 ആക്കി ചുരുക്കി കൊടുക്കുന്നത്.
അതെന്തുകൊണ്ട്? അതിന്റെ യുക്തിയൊക്കെ പണ്ഡിതന്മാർ പലരും സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അത് നമ്മൾ ആലോചിക്കുക. രണ്ടാമത്തേത്, മറ്റ് ആയത്തുകളൊക്കെ സൂറത്തുകളും ഭൂമിയിലേക്ക് മനസ്സിനയച്ച് പഠിപ്പിച്ചു കൊടുത്തു. ആയത്തിൽ കുറിച്ച് ആകാശലോകത്ത് വെച്ച് കൊടുത്തു. ആമനവത്ത് ആയത്തിൽ കുറിച്ചല്ല 12 അവസാനത്തെ 2 ആയത്തുകൾ. ഇത് മുസ്ലിം ഉദ്ധരിച്ച പല റിവായത്തുകളിലുള്ള ഹദീസുകളുണ്ട്. അതിൽ നമുക്ക് കാണാം, മിഅ്റാജുമായി ബന്ധപ്പെട്ട ഹദീസുകൾ പറയുന്ന കൂട്ടത്തിൽ ഉൻതുഹിയ ബിഹി ഇലാ സിദ്റത്തിൽ മുൻതഹ വഹിയ ഫിസ്സമാഇ സാദിസ. സിദ്റത്തുൽ മുൻതഹ സൂറത്തുൽ നജ്മിൽ ഖുർആനിൽ സിദ്റത്തുൽ മുൻതഹയെ കുറിച്ച് പറയുന്നുണ്ട്. മിഅ്റാജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നിടത്ത് ചില മുജാഹിദുകളായ ആളുകൾ പറയാറുണ്ട് മിഅ്റാജ് ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന്. അത് ശരിയല്ല. മിഅ്റാജ് സൂറത്തുൽ നജ്മിൽ പറഞ്ഞിട്ടുണ്ട്. അത് പറയുന്ന കൂട്ടത്തിൽ സിദ്റത്തുൽ മുൻതഹയെ കുറിച്ച് പറയുന്നു. അവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നു. 6ാം ആകാശത്തിൽ സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കലേക്ക് എത്തി. നബിയെയും കൊണ്ട് ഇതിലെത്തി. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഹദീസിൽ 6ാം ആകാശത്ത് എന്ന് പറയുന്നു. വേറെ ഒരുപാട് ഹദീസുകളിൽ സഹീഹിൽ തന്നെ ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളിൽ 7ാം ആകാശത്ത് എന്നുണ്ട്. അപ്പൊ അത് വൈരുദ്ധ്യമല്ലേ എന്ന് തോന്നാം. ശേഖ് നാസിറുദ്ദീൻ അൽബാനി 2 ഹദീസുകളെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അൽ അസ്ഖലാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ 2നെയും ജംഅ ചെയ്ത് വിശദീകരിച്ച കാര്യം വേറെ ചില ഹദീസുകളുടെ വെളിച്ചത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ ചുരുക്കം ഇതാണ്: സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന 2 റിപ്പോർട്ടിൽ 6, 7 എന്ന് വന്നു. വൈരുദ്ധ്യമല്ല. അത് അതിന്റെ മുരട് 6ാം ആകാശത്താണ്. അതിന്റെ മേൽഭാഗം കിടക്കുന്നത് 7ാം ആകാശത്താണ്. അപ്പൊ നോക്കുക, അതിന്റെ വലിപ്പത്തിലായിരിക്കും. ആ 7ാം ആകാശത്ത് കലയും മുരട് 6ാം ആകാശത്തും കിടക്കുന്നു. ഇതുകൊണ്ടാണ് 6ലും 7ലും എന്ന് വ്യത്യസ്തമായ ഹദീസുകളിൽ വന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്റത്തുൽ മുൻതഹ 6ൽ കണ്ടു, 7ൽ കണ്ടു എന്ന് പറയുന്നത് വൈരുദ്ധ്യമല്ല. അത് കൂട്ടത്തിൽ സ്വീകരിച്ചതാണ്. ഇലൈഹാ യൻതഹി മാ യുറജു ബിഹി മിനൽ അർദ് ഫയഖ്ബലു മിൻഹാ വഇലൈഹാ യൻതഹി മാ യുഹ്ബതു ബിഹി മിൻ ഫൗഖിഹാ ഫയഖ്ബലു മിൻഹാ. ഭൂമിയിൽ നിന്ന് കയറിപ്പോകുന്ന കാര്യങ്ങളൊക്കെ എന്താ? ഭൂമിയിൽ നിന്ന് കയറിപ്പോകണം എന്താ? മനുഷ്യന്റെ കർമ്മങ്ങൾ. അത് ഭൂമിയിൽ നിന്ന് ആകാശലോകത്തേക്ക് ഉയർത്തപ്പെടുന്നു. ആ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കപ്പെടുന്നത് സിദ്റത്തുൽ മുൻതഹയിൽ വെച്ചാണ്. 7ാം ആകാശത്തിൽ നിന്ന് താഴോട്ടിറങ്ങി വരുന്ന കാര്യങ്ങളുണ്ട്. അതൊക്കെ സ്വീകരിക്കപ്പെടുന്നതും ഈ സിദ്റത്തുൽ മുൻതഹയിൽ വെച്ചാണ്. അതാണ് ഹദീസ് പറഞ്ഞത്. ഇത് സിദ്റത്തമായ ആ സിദ്റത്തുൽ മുൻതഹയെ മൂടിയതൊക്കെ മൂടി. ഇത് സൂറത്തുൽ നജ്മിലായത്താണ്. ഇത് സിദ്റത്തമായ എന്ന് തുടങ്ങുന്ന ആയത്തുകൾ ആ സിദ്റത്തുൽ മുൻതഹയെ എന്തോ ചില കാര്യങ്ങൾ മൂടി. എന്താ മൂടിയത്? സ്വർണത്തിൽ നിന്നുള്ള ചില പാറ്റകൾ സിദ്റത്തുൽ മുൻതഹയെ മൂടി. ഇതൊക്കെ മിഅ്റാജിൽ നടക്കുന്ന കാര്യങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സിദ്റത്തുൽ മുൻതഹ അടുക്കൽ വെച്ച് 3 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ടു. നേരത്തെ 2 പറഞ്ഞു. മൂന്നാമത്തത് ഈ ഹദീസിലുണ്ട്. 3ഉം ഏറ്റവും സവിശേഷമായ കാര്യങ്ങളാണ്. 1 ഉഅ്തിയ അസ്സലവാത്തിൽ ഖംസ, 5 നമസ്കാരങ്ങൾ ഈ ആകാശലോകത്ത് വെച്ച് സിദ്റത്തുൽ മുൻതഹ അടുക്കൽ വെച്ച് നബിക്ക് അല്ലാഹു കൊടുത്തു. ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ കൽപ്പിച്ചു. വഉഅ്തിയ ഖവാതീമ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 വചനങ്ങൾ ഈ സിദ്റത്തുൽ മുൻതഹ അടുക്കൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ടു. നോക്കൂ, നമ്മുടെ വിഷയമാണ് സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്ത്. ഇതാണ് നൂർ എന്ന് പ്രത്യേകമായ മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ശിർ എന്ന് പറഞ്ഞത്. നമ്മളിൽ എത്ര ആളുകൾക്ക് ആയത്തുൽ കുർസിയും അതുപോലെ തന്നെ ഈ ബഖറയിലെ അവസാനത്തെ 2 ആയത്തും കാണാതെ അറിയാവുന്ന എത്ര ആളുകൾക്ക് അതിന്റെ അർത്ഥവും ആശയവും അറിയാം? ഞാൻ എന്താണ് ഈ പറയുന്നത്? അർത്ഥവത്തായ ഒരുപാട് പ്രാർത്ഥനകളും വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെയാണ് ഈ 2 ആയത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇത് അർത്ഥവും ആശയവും ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ച എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുള്ള സഹോദരന്മാരെ നമ്മൾ ആലോചിക്കുക. പഠിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ തുടങ്ങുക. ഏതാനും സമയം ചെലവാക്കിയാൽ എളുപ്പത്തിൽ പഠിക്കാവുന്ന 2 ആയത്തുകളാണ്. 5-6 വരി. അതിന്റെ പലതും നമുക്ക് നമ്മൾ പ്രാർത്ഥനയും മറ്റും ചെല്ലാറുണ്ട്. അപ്പൊ അത് നിർബന്ധമായും നമ്മൾ പഠിക്കണം. ഇതിനേക്കാൾ വലിയൊരു 100 ആകാശ ലോകത്ത് വെച്ച് അള്ള കൊടുക്കുകയാണ്. അത് കൊടുത്തതിന്റെ പുറമെയാണ് പിന്നൊരു മലക്കിന് അള്ള അയക്കുന്നത്. എന്തിന്? ഇത് 100 എന്ന് പഠിപ്പിക്കാൻ. അതും ജിബ്രീലാണ് ഉണ്ട്. ജിബ്രീൽ ഉണ്ടായിക്കൊണ്ട് വേറൊരു മലക്കിനെ അയക്കുന്നു. അതിനാ ഇതൊക്കെ ഈ വിഷയത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പോയ 10ാമത്തെ കൊല്ലം, എന്നാൽ 8-ൽ മക്കം ഫത്ഹുണ്ടായി. പിറ്റത്തെ വർഷം 9-ൽ അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ അങ്ങനെയാക്കിക്കൊണ്ട് ഹജ്ജിന്റെ സംഘം പോയി. എന്നിട്ട് നബി ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. ഇനി നഗ്നരായി ആരും കഅബ തവാഫ് ചെയ്യാൻ പാടില്ല. കുറച്ച് മുസ്ലിംസും കാഫിറും ഇനി മക്കത്തേക്ക് ഹറമിനോട് അടുക്കാൻ പാടില്ല. പക്ഷേ ഈ കൽപ്പന കൊടുത്ത് പറഞ്ഞതിന് ശേഷം ഉമർ അലി റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു ഈ 2 കൽപ്പനയുമായി ഇവർ പോയതിന് എന്തിനാ? ഈ വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താനാണ്. അപ്പൊ വിഷയത്തിന്റെ പ്രാധാന്യം കൊണ്ട് പറഞ്ഞ വിഷയം പിന്നീട് പറയാം, വീണ്ടും പറയാം, അല്ലെങ്കിൽ പ്രത്യേകമായി ആളെ അതിലയക്കാം. അതൊക്കെ വിഷയത്തിന്റെ പ്രാധാന്യം. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകമായി മനസ്സിലാക്കി നേരത്തെ പറഞ്ഞതിന് പുറമെ അള്ളാഹു ഈ കാര്യം ബോധ്യപ്പെടുത്തുന്നത്. മൂന്നാമത്തേത് ലിമൻ ലം യുശ്രിക് ബില്ലാഹി മിൻ ഉമ്മത്തി ശൈഅൻ അൽ മുഖ്തിമാത്ത്. എന്റെ ഉമ്മത്തിൽ നിന്ന് ശിർക്ക് ചെയ്യാത്ത ആളുകൾക്ക് എല്ലാം പൊറുക്കപ്പെട്ടിരിക്കുന്നു. അൽ മുഖ്തിമാത്ത്, മുഖ്തിമാത്തും പൊറുക്കപ്പെട്ടിരിക്കുന്നു. മുഖ്തിമാത്ത് എന്നാൽ നരകത്തിലേക്ക് തിക്കിത്തരച്ച് കടത്തുന്നവ എന്നാണ് ആ വാക്കിനർത്ഥം. ഫലഖ്തഹമൽ അഖബ, പഠിച്ചില്ലേ? തരണം ചെയ്യുക, തിക്കിത്തിരക്കി പ്രവേശിക്കുക, താണ്ടിക്കടക്കുക. മുഖ്തിമാത്ത് എന്നാൽ ഒരുത്തനെ തിക്കിക്കടത്തുന്നതാണ്. അതായത് തിക്കി നരകത്തിലേക്ക് കടത്തുന്ന പാപങ്ങൾ പോലും ശിർക്ക് ചെയ്യാത്തവർ പൊറുക്കപ്പെടും. അപ്പൊ ശിർക്കുണ്ടാകരുത്. ശിർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അവന്റെ മുഖ്തിമാത്തായ പാപങ്ങൾ പോലും പൊറുക്കപ്പെടും എന്ന് എന്റെ ഉമ്മത്തിനുള്ള സന്തോഷ വാർത്തയായി ഈ സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ഇതും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. എന്താണ്? തൗഹീദാണ് വിഷയം. തൗഹീദ് ഉണ്ടാകണം. അതിനോട് ചേർത്ത് പറയേണ്ടതാണ് താഗൂത്തിൽ അനുസരിക്കണം. അപ്പോഴേ തൗഹീദ് പൂർത്തിയാകുന്നുള്ളൂ. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞാൽ പോരാ, അതോടൊപ്പം അള്ളാഹു അല്ലാത്ത ആരാധ്യന്മാരെ നിഷേധിക്കണം. അതാണ് ശിർക്ക് ഉണ്ടാവാതിരിക്കുക എന്ന് പറഞ്ഞത്. എങ്കിൽ അവരുടെ മുഖ്തിമാത്തായ പാപങ്ങൾ പോലും പൊറുക്കപ്പെടുന്നു. ഇതിനൊക്കെ വലിയ സന്തോഷ വാർത്ത പറയണ്ടോ? അപ്പൊ നോക്കൂ, 3 മഹത്തായ ആകാശ ലോകത്ത് വെച്ച് മുസ്ലിം സമൂഹത്തിന് അല്ലെങ്കിൽ ജനങ്ങൾക്കായി നൽകപ്പെട്ട അതിമഹത്തായ കാര്യങ്ങളാണ് ഈ 3 ഇതിൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത് ഈ 2 ആയത്തുകൾ, ആമന റസൂൽ തൊട്ട് തുടങ്ങുന്ന ആയത്തുകൾ ആകാശ ലോകത്ത് വെച്ച് അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ കതബ കിതാബൻ ഖബല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർള ബിഅൽഫി ആൻ. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു ഒരു ഗ്രന്ഥം എഴുതി. അതേതാ? ലൗഹുൽ മഹ്ഫൂസ്, സംരക്ഷിതമായ, അല്ലെങ്കിൽ ഇമാം മുബീൻ എന്നൊക്കെ ഖുർആൻ വിശദീകരിച്ച എല്ലാ ഉണ്ടാകാവുന്ന ഉണ്ടാകേണ്ടുന്ന കാര്യങ്ങളിൽ സർവവും അള്ളാഹുവിന്റെ ഖദറുകൾ മുഴുവൻ രേഖപ്പെടുത്തിയ ആ ലൗഹുൽ മഹ്ഫൂസ്, ആ ഫലകം, അതാണ് ഇവിടെ കിതാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെടുന്നതിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ്. ആ 2000 തന്നെ നമ്മൾ 2000 അല്ല, നമ്മൾ 2000 ഉണ്ടെന്നത് എപ്പോഴാണ്? ആകാശവും ഭൂമിയൊക്കെ ഉണ്ടായി, സൂര്യൻ ചന്ദ്രനൊക്കെ ഉണ്ടായതിനേഷം. അതിന്റെ മുമ്പ് 2000. അപ്പൊ അള്ളാഹുവിന്റെ പക്കലുള്ള 50,000 എന്ന് പറഞ്ഞ ഒരു വർഷം. അങ്ങനത്തെ 2000 വർഷങ്ങൾക്ക് മുമ്പ് അൻസല മിൻഹു ആയത്തൈനി, അതിൽ നിന്ന് അള്ളാഹു 2 ആയത്തിറക്കി. ഖതമ ബിഹാ സൂറത്തുൽ ബഖറ. അപ്പൊ അന്ന് തന്നെ അള്ളാഹു ഈ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് അള്ളാഹു 2 ആയത്തുകൾ ഇറക്കി. അതേതാ? ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ. വലാ യുഖറഅന ഫീ ദാരിൻ സലാസ ലയാലി. ഒരു വീട്ടിൽ 3 ദിവസങ്ങളിലായി 3 ദിവസങ്ങളിൽ ഈ 2 ആയത്തുകൾ പാരായണം ചെയ്യപ്പെടുകയും എന്നിട്ട് ആ വീട്ടിൽ പിശാച് കയറുകയും ചെയ്യുക എന്നതുണ്ടാവുകയില്ല. 2 കൂടി ഉണ്ടാവില്ല. 3 ദിവസം ഈ 2 ആയത്തുകൾ ഒരു വീട്ടിൽ പാരായണം ചെയ്താൽ അവിടെ പിശാച് പ്രവേശിക്കുകയില്ല. ഇത് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ, മൻ ഖറഅ ബിൽ ആയത്തൈനി മിൻ ആഖിർ സൂറത്തുൽ ബഖറ ഫീ ലൈലത്തിൻ കഫതാ. രാത്രി ഏതെങ്കിലും ഒരുത്തൻ ബഖറയിലെ ഈ അവസാനത്തെ 2 ആയത്തുകൾ പാരായണം ചെയ്താൽ കഫതാഹു, അവന് ആ 2 ആയത്തുകൾ മതി. എന്ത് എന്ന് നബി വിശദീകരിച്ചിട്ടില്ല. പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളും പറഞ്ഞതായി കാണാൻ സാധിക്കും. പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അവനത് മതി, അവന് വേണ്ട കാര്യങ്ങൾ കിട്ടാൻ അവനത് മതി, അവന് സംരക്ഷണം കിട്ടാൻ അവനത് മതി, പിശാചിന്റെ ഉപദ്രവങ്ങളിൽ രക്ഷപ്പെടാൻ അവനത് മതി. എന്തൊക്കെ അവൻ ആവശ്യമുണ്ടോ, സംരക്ഷണമായും കാവലായും
അതുപോലെ തന്നെ ആപത്തിൽ നിന്നുള്ള രക്ഷയായുമൊക്കെ എന്താണോ അവൻ ആവശ്യമുള്ളത് അതിനൊക്കെ, അതുപോലെ തന്നെ വിശ്വാസമായി അവൻ എന്ത് വേണോ അതിനൊക്കെ ഇത് രണ്ടും മതി. എന്തിനും പറ്റും, എന്ത് ആവശ്യമുണ്ടോ അതൊക്കെ അത്രയും ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ഇത് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോ രാത്രി ഈ രണ്ട് വചനങ്ങൾ പ്രത്യേകമായി പാരായണം ചെയ്യുവാനും എല്ലാ ദിവസവും വീടുകളിൽ ഇത് പാരായണം ചെയ്യുവാനും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില ദുർബല ഹദീസുകൾ നമുക്ക് കാണാം. ഇമാം ബൈഹഖിയുടെ റിപ്പോർട്ടാണ്. ആരെങ്കിലും ഈ സൂറത്തുൽ ബഖറ പാരായണം ചെയ്താൽ അവന് സ്വർഗത്തിൽ കിരീടമണിയിക്കപ്പെടും. സൂറത്തുൽ ബഖറയും ബഖറയിലുള്ള ആയത്തുകളും സവിശേഷതയുമാണ് നേരത്തെ സ്വീകരിച്ചത്. അതിൽ ഒരു കാര്യം നേരത്തെ പറഞ്ഞിരുന്നു, സിനാമുൽ ഖുർആൻ എന്ന ഒരു പേര് ബഖറത്തില്ല. അതോട് ചേർത്ത് മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യമാണ്, ബഖറ പാരായണം ചെയ്താൽ സ്വർഗത്തിൽ അവന് കിരീടമണിയിക്കപ്പെടും എന്നത് മൗളൂഅ്, ഒരു പരമ്പരയില്ലാത്ത നിർമ്മിത ഹദീസ് എന്നാണ് നിരൂപകന്മാർ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയത്. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് ദുർബലമായി വന്നതിൽ പ്രധാനപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കുക. അടുത്തത് സൂറത്തു ആലു ഇമ്രാൻ. ഇതും മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ നമുക്ക് കാണാം. സൂറത്തുൽ ബഖറയെയും സൂറത്തു ആലു ഇമ്രാനെയും ചേർത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഊ അൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. നിങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. വിശുദ്ധ ഖുർആൻ അത് ഓതുന്ന അതിന്റെ ആളുകൾ, ഓതുന്നവർ എന്ന് മാത്രമല്ല അതിന്റെ ആളുകൾ, അതിന്റെ ആൾ പറഞ്ഞാൽ ഓതുക, പഠിക്കുക, പ്രവർത്തിക്കുക, അതാണ് ഖുർആന്റെ ആൾക്കാർ. അതിന്റെ ആളുകൾക്ക് ശുപാർശകനായി ഖുർആൻ വരും. ഇഖ്റഊ അസ്സഹാവൈൻ അൽ ബഖറ വആല ഇമ്രാൻ. രണ്ട് സൂറത്തും രണ്ട് പേരുണ്ട്, ബഖറ, ആല ഇമ്രാൻ. പക്ഷേ ഇവിടെ എന്താ പറയുന്നത്, ഈ സൂറത്തിനെ വിശേഷിപ്പിച്ചത് അസ്സഹറാവൈൻ എന്നാണ്. സഹറാവൈൻ എന്നാൽ സഹറാ എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നത് എന്നാണ് അർത്ഥം. അപ്പോ ബഖറയും ആല ഇമ്രാനുമാകുന്നു അത്. ഉറങ്ങുന്ന ആൾക്കാർ തൊട്ടടുത്ത് ഇരിക്കുന്ന ആൾക്കാർ മേലേക്ക് വീഴുന്നുണ്ടോന്ന് ശ്രദ്ധിക്കണം. കാരണം രണ്ടാൾക്കും അപകടം ഉണ്ടാവും. നിങ്ങൾ ഇരിച്ചിരിക്കുന്ന ഉറങ്ങാത്ത ആൾക്കാർ ഉറച്ചു വരുത്താണ്. കാരണം പള്ളർച്ച് ബിരിയാണി കഴിച്ചതാണ്. അപ്പൊ എന്താ ഉറങ്ങണമെന്ന് വെച്ചാൽ പോത്തുറങ്ങാന്ന് പറയുന്നത്. കാരണം നമ്മളല്ല ഉറച്ച് പള്ളയിലെന്താണത്. അപ്പൊ അടുത്ത് വെച്ച് ആൾക്കാർ ശ്രദ്ധിക്കുക, വല്ല പരിധി കൊടുക്കുന്നുണ്ടോ. ഉറങ്ങാൻ തുടങ്ങിക്കോട്ടെ, മേലിൽ വീണോ നോക്കിയാൽ فإنهما تأتيان يوم القيامة كأنهما غمامتين أو كأنهما غيايتين أو كأنهما فرقان من طير صواف. ഈ രണ്ട് സഹറാവേൻ എന്താ ഖുർആൻ മൊത്തം നൂറാണ്. നേരത്തെ രണ്ട് പ്രത്യേക നൂറ് പറഞ്ഞു. ഇവിടെ പറയാൻ ഈ രണ്ട് സൂറത്തുകൾ പ്രശോഭിക്കുന്നവയാണ്. സഹർ, അസ്ഹർ, പ്രശോഭിക്കുന്ന സൂറത്തുകൾ. ആ സൂറത്തുകൾ പാരായണം ചെയ്താൽ ഖിയാമത്ത് നാളിൽ ഈ രണ്ട് സൂറത്തുകളും വരും. എവിടെ? മഹ്ശറയിൽ ഒരു തണലും, അർശന്റെ തണലില്ലാത്ത മറ്റൊരു തണലില്ലാതെ വിഷമിച്ചു നിൽക്കുന്ന സ്ഥലത്ത് ഈ രണ്ട് സൂറത്തുകൾ വരും. ഗമാമത്താൻ ഔ ഗയായത്താൻ, കാർമേഘങ്ങൾ അല്ലെങ്കിൽ തണൽ നൽകുന്ന കാർമേഘങ്ങൾ. അവിടെ രണ്ട് പദങ്ങൾ ഉപയോഗിച്ചത്. അല്ലെങ്കിൽ കഅന്നഹുമാ ഫിർഖാനിൻ മിൻ ത്വയ്രിൻ സവാഫ്, ചിറകിട്ട് നിരയായി പറക്കുന്ന പക്ഷിക്കൂട്ടങ്ങളെ പോലെ. സവാഫ് എന്നതാണ്. സവാഫ് എന്നാൽ ചിറക് വിരിച്ച് നിരയായി പറക്കുന്ന പക്ഷി. അതിന്റെ ഫിർഖാൻ രണ്ട് കൂട്ടങ്ങൾ. അങ്ങനത്തെ രണ്ട് കൂട്ടം പക്ഷികളെ പോലെ. രണ്ട് കൂട്ടം എന്ന രണ്ട് സൂറത്തുണ്ട്. രണ്ട് സൂറത്തുകൾ രണ്ട് കൂട്ടം പക്ഷികളെ പോലെ പരലോകത്തിൽ. എന്നിട്ട് ഈ രണ്ട് സൂറത്തുകളും ആ സൂറത്തിന്റെ ആളുകളെ കുറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ തർക്കം നടക്കും, ന്യായവാദം നടക്കും. എന്താ ന്യായവാദം? ഈ മനുഷ്യൻ എന്നെ പാരായണം ചെയ്തിരിക്കുന്നു എന്ന് രണ്ട് സൂറത്തും പറയും. ഇവൻ എന്നെ ആശയം പഠിച്ചിരിക്കുന്നു, അവൻ എന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചിരിക്കുന്നു. അതുകൊണ്ട് അല്ലാഹുവേ, ഇവർക്കിനെ ഞങ്ങളുടെ പ്രകാശം ഉൾക്കൊണ്ടതുകൊണ്ട് ഇവർക്കിനെ പ്രകാശം കൊടുക്കണം. തങ്ങളുടെ പ്രകാശം ആവശ്യമാണ്, പാലം കറക്കും പ്രകാശം ആവശ്യമാണ് അല്ലേ? അപ്പോ ആ പ്രകാശം ഇവർക്കിനി കൊടുക്കണമേ എന്ന് ഈ രണ്ട് സൂറത്തുകൾ നേരത്തെ പറഞ്ഞ പക്ഷിക്കൂട്ടങ്ങളെ പോലെ, മേഘക്കൂട്ടങ്ങളെ പോലെ തന്നിട്ട് വന്നുകൊണ്ട് അള്ളാഹുവിനോട് സുഹാജാന് ന്യായം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുക. അതാണ് ഹുജ്ജത്ത്, അതാണ് ഹാജ, ന്യായവാദം നടത്തുക. ഇഖ്റഊ സൂറത്തുൽ ബഖറ എന്നിട്ട് പ്രത്യേകം ബഖറയെ കുറിച്ച് പറഞ്ഞു. സൂറത്തുൽ ബഖറ നിങ്ങൾ പാരായണം ചെയ്യണം. ഫഇന്ന അഹ്സഹാ ബറക, ഈ സൂറത്തുൽ ബഖറ ഓതുക മാത്രമല്ല അത് ആശയം ഉൾക്കൊണ്ട് സ്വീകരിക്കുക എന്ന് പറയുന്നത് ബറകത്തുൻ, അത് ബറകത്താണ്.
വതർക്കഹ ഹസ്ര, ആ സൂറത്തുൽ ബഖറ ഒഴിവാക്കുക എന്ന് പറയുന്നത് അത് സങ്കടമാണ്. ഹസ്രത്ത് എന്നാൽ സങ്കടമാണ്. വലാ തസ്തതിഉഹ അൽ ബതല, എന്നാൽ ബതലത്താൻ അസ്ഹറ, സിഹ്ർ ചെയ്യുന്ന ആളുകൾക്ക് അതിന് സാധ്യമല്ല എന്നും ആ ഹദീസിലൂടെ ഇമാം മുസ്ലിമിന്റെ റിവായത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ നോക്കൂടെ ബഖറയെക്കുറിച്ചും ആല ഇമ്രാനെക്കുറിച്ചും സഹ്റാവേനി എന്ന് പറയുന്നു. അതുകൊണ്ട് മഹ്ശറിലുണ്ടാകുന്ന നേട്ടത്തെക്കുറിച്ച് അവർ നടത്തുന്ന ശുപാർശയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചില ദുർബല റിപ്പോർട്ടുകൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെടുന്നു. ആരെങ്കിലും ആല ഇമ്രാൻ വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യുകയാണെങ്കിൽ, വെള്ളിയാഴ്ച പാരായണം ചെയ്താൽ അവന് മലക്കുകൾ അവന് വേണ്ടി എന്ത് ചെയ്യും? സ്വലാത്ത് ചൊല്ലും. എന്ന് പറഞ്ഞാൽ മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഹത്താ തജിബ ശംസു, സൂര്യൻ അസ്തമിക്കുന്നത് വരെ, വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിക്കുന്നത് വരെ മലക്കുകൾ അയാൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും വെള്ളിയാഴ്ച ആല ഇമ്രാൻ പാരായണം ചെയ്താൽ. ഇത് സുയൂത്തി അൽ ജാമിയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഹദീസ് ദുർബലമാണ്. അടുത്തത് സൂറത്തുൽ ബഖറ മുതൽ സൂറത്തു തൗബ വരെയുള്ള ആയത്തുകൾ, സൂറത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഖദൽ അവൽ മിനൽ ഖുർആൻ ഫഹുവ ഹബ്റുൻ. ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസാണ്. ഹസന, സ്വീകാര്യമാണ്. ആരെങ്കിലും അസ്സബഅൽ അവൽ, അവൽ ഊല, ഉവൽ എന്ന ആദ്യത്തവ, ആദ്യത്തെ 7 എണ്ണം ആരെങ്കിലും സ്വീകരിച്ചാൽ ഫഹുവ ഹബ്റുൻ, അഹ്ബാ, അവൻ പണ്ഡിതനാകുന്നു. ഖുർആനിലെ ആദ്യത്തെ 7 സൂറത്തുകൾ ആരെങ്കിലും പഠിച്ചാൽ അവൻ ഹബറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. അപ്പൊ നോക്കൂ, എന്താ അൽ ബഖറ, ആല ഇമ്രാൻ, നിസാ, മായിദ, അന്നാം, ആറാഫ്, അംഫാൽ തുടങ്ങിയ 7 സൂറത്തുകളെ സംബന്ധിച്ചാണ് ഇവിടെ ആദ്യ സൂറത്തുകൾ. ബഖറ മുതൽ, ഫാത്തിഹ അല്ല, ബഖറ മുതൽ തൗബ വരെയുള്ള 7 സൂറത്തുകൾ ആരെങ്കിലും പഠിച്ചാൽ അവൻ പണ്ഡിതനാകുന്നു. അവ ബാക്കിയുള്ള പഠിച്ചാലോ അവർ പണ്ഡിതനാകാനുള്ള യോഗ്യത ഈ ആയത്തുകളും അതിന്റെ ആശയങ്ങളും ഒക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ അതിലേതെങ്കിലും ഒരു സൂറത്തിന്റെ അർത്ഥമെങ്കിലും പറയാൻ അല്ലെങ്കിൽ മനസ്സിലാക്കിയ എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? നമ്മളൊക്കെ എല്ലാ തൊള്ളച്ച് നാവിന് വളരെ തിരിച്ചും മറിച്ചും സംസാരിക്കാൻ കഴിയുന്നവരൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ഡിതന്മാരായിട്ടും സ്വാഗത പ്രസംഗങ്ങളിൽ അവതരിപ്പിക്കപ്പെടാറുള്ളത്. ഏറ്റവും നല്ല ഒപ്പം നടക്കാൻ പറ്റുന്നവൻ ഏറ്റവും നല്ല പണ്ഡിതൻ. പക്ഷേ എത്ര ആളുകൾക്ക് ഇത് അറിയാം, പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്? അപ്പൊ നബി ഒരു പണ്ഡിതനാകാൻ ഈ 7 സൂറത്തുകൾ അസ്സബഉൽ ഉവൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുകയാണ്. ഇനി ഇതിന് ശേഷം വേറെ ചില സൂറത്തുകൾ, അതിനുശേഷമുള്ള സൂറത്തു ഹൂദ്, അൽ വാഖിഅ, അൽ മുർസലാത്ത്, സൂറത്തുൽ നബർ, അമ്മാ യതസാഅലൂൻ, സൂറത്തു തക്വീർ അല്ലെങ്കിൽ ഇദശംസു കുവ്വിറത്, ഈ 6 സൂറത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല യാ റസൂലല്ലാഹ് ശിബ്ത. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയേ താങ്കൾ നരക്കല്ലോ, നരവാദിച്ചല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയ്യബത്നി ഹൂദ് വൽ വാഖിഅ വൽ മുർസലാത്ത് വഅമ്മാ യതസാഅലൂൻ വഇദശംസു കുവ്വിറത്. എന്നെ നരപ്പിച്ചത് എന്നാൽ നബിയുടെ മുടികൾ അധികം നരച്ചിട്ടുണ്ടായിരുന്നില്ല. ഏതാനും എണ്ണം മുടികൾ മാത്രമേ നബിയുടെ നരച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, വളരെ കുറച്ച് മാത്രം. അതൊക്കെ നബിന്റെ ശരീരഘടനയിൽ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ശമായിൽ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ, ശമായിൽ തിരുമതി പോലുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ അത് വായിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഇബ്നു അബ്ബാസ് ചോദിച്ച, നബിയെ താങ്കൾക്ക് നര വന്നല്ലോ. അപ്പൊ നബിന്റെ മറുപടി, എനിക്ക് നരയുണ്ടായത് നമ്മൾക്കൊണ്ടല്ലേ, ഇത് അകാല നര, യുവനര അല്ലെ, നമ്മൾ പലപ്പോൾ അങ്ങനെ, ഇത് ഞാൻ എണ്ണ തേക്കാത്തത് കൊണ്ടുണ്ടായ നര, അല്ലെങ്കിൽ ആന്റിബയോട്ടിക് കഴിച്ചത് കൊണ്ടുള്ള നര, അല്ലെങ്കിൽ പ്രകൃതിദത്തമായ അല്ലാത്ത ഔഷധങ്ങൾ ഉപയോഗിച്ചത് കൊണ്ടുള്ള നര. ഇതിന് പരിഹാരമാർഗം തേടുക. നബി പറഞ്ഞു, എനിക്ക് നര ബാധിച്ചത് സയ്യബത്തിനി, എന്നെ നരപ്പിച്ചു കളഞ്ഞത് ഈ 6 സൂറത്തുകളാകുന്നു.
എന്താ കാരണം? സൂറത്ത് ഹൂദിൽ പൂർവ്വകാല പ്രവാചകന്മാരെ കുറിച്ചും അവരുടെ ചരിത്രവും നിഷേധികളായ ആളുകളുടെ ധിക്കാരങ്ങൾ അവർക്ക് അല്ലാഹു നൽകിയ ശിക്ഷ. സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുർസലാത്ത്, അമ്മ, സൂറത്തുൽ നബഅ, സൂറത്തുൽ കുബ്ര, അതൊക്കെ എന്താ? പരലോകം, ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അവിശ്വാസികളായ ആളുകളുടെ ധിക്കാരവും അവരുടെ പ്രവർത്തനങ്ങളും അവർക്കുണ്ടാകാൻ പോകുന്ന ശിക്ഷയും ഈ കാര്യങ്ങൾ, അതായത് അവിശ്വാസികൾക്കുള്ള ശിക്ഷയും പരലോകവും അവിടെ ഉണ്ടാകുന്ന അനുഭവങ്ങളെ കുറിച്ചുമാണ് ഈ സൂറത്തുകളിൽ പറയുന്നത്. അതുകൊണ്ടാണ് നബി പറഞ്ഞത്, ഈ സൂറത്തും അതിന്റെ ആശയവും എന്നെ നിരപ്പിച്ചു കളഞ്ഞു. നമുക്ക് ആശയം തോന്നിയിട്ടുണ്ട് ഏതെങ്കിലും ഖുർആനിലെ ഒരായത്ത് എന്നെ നിരപ്പിക്കണമെങ്കിൽ ഇതിന്റെ ആശയം മനസ്സിലാണ്ടേ? അർത്ഥം മനസ്സിലാവുന്നതിന്റെ മനസ്സിലേക്ക് കിടക്കുക. മനസ്സിലേക്ക് അർത്ഥം കടന്നെങ്കിൽ എന്നുള്ള തലപ്പോച്ചിലുണ്ടാവുള്ളൂ. അതില്ലാത്ത നമുക്ക് വരാൻ. അപ്പൊ നബിക്ക് ആശയം മനസ്സിലായി. നബിയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഖുർആന്റെ ഒന്നാമത്തെ അധ്യാപകൻ, ഒന്നാമത്തെ വ്യാഖ്യാതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പൊ നബി ഈ ആയത്തുകൾ എന്നെ നിരപ്പിച്ചു കളഞ്ഞു, ഈ സൂറത്തുകൾ എന്നെ നിരപ്പിച്ചു കളഞ്ഞു. 2, 4, 6 ഹൂദ്, വാഖിഅ, മുർസലാത്ത്, നബഅ, കുബിർ. ആഴ്ചയിലെ ഞങ്ങൾ ഓർമ്മയില്ലല്ലേ? 5 എണ്ണം. ആദ്യം പറഞ്ഞത് സബഉൽ അവൽ 7. പിന്നെ മുസബ്ബിഹാത്ത്, അൽ മുസബ്ബിഹാത്ത് എന്നറിയപ്പെടുന്ന സൂറത്തുകൾ. അൽ മുസബ്ബിഹാത്ത് ആയിഷ റളിയല്ലാഹു അൻഹയിൽ പറയുന്നു, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യനാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാറുണ്ടായിരുന്നില്ല. ഹത്താ യഖറഅ അസ്-സുമർ വ ബനീ ഇസ്രായീല. സൂറത്തു സുമറും സൂറത്തു ബനീ ഇസ്രായീലും ഓടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാറുണ്ടായിരുന്നില്ല. പിന്നെ ഇർബാദ് ബിൻ സാരിയ അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന ചില റിപ്പോർട്ടുകളിൽ അന്നനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖറഉ അൽ മുസബ്ബിഹാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യാറുണ്ടായിരുന്നു അൽ മുസബ്ബിഹാത്ത് ഖബല അൻ യഖുദ, ഉറങ്ങുന്നതിന് മുമ്പ്. വയഖൂലു ഇന്ന ഫീഹിന്ന ആയ ഖൈറുൻ മിൻ അൽഫി ആയ. ഈ മുസബ്ബിഹാത്ത് എന്ന് പറയുന്ന സൂറത്തുകളിൽ ഒരു ആയത്തുണ്ട്, ആ ആയത്ത് 1000 ആയത്തുകളേക്കാൾ ശ്രേഷ്ഠമാണ്. മുസബ്ബിഹാത്ത് എന്താണെന്ന് പറയാം. മുസബ്ബിഹാത്തിൽ ഒരായത്തുണ്ട്, ആ ആയത്ത് 1000 ആയത്തുകളേക്കാൾ ശ്രേഷ്ഠമാകുന്നു. അപ്പൊ എന്താ ഇവിടെ ആദ്യത്തെ പറഞ്ഞു? പിന്നെ സുമറും ബനീ ഇസ്രായീലും ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ഇനി മുസബ്ബിഹാത്ത് എന്ന് പറയുന്നത് ഏതാണ്? വിശുദ്ധ ഖുർആന്റെ തുടക്കത്തിൽ സബ്ബഹ അല്ലെങ്കിൽ യുസബ്ബിഹു, സബ്ബിഹ്, സുബ്ഹാന എന്ന് തുടങ്ങുന്ന ആയത്തുകൾ. ഒന്ന് സൂറത്തുൽ ഇസ്രാ, പിന്നെ സൂറത്തുൽ ഹദീദ്, സൂറത്തുൽ ഹഖ്, സൂറത്തുൽ ജുമുഅ, സൂറത്തുൽ തഗാബുൻ, സൂറത്തുൽ ആല. 6 സൂറത്തുകൾ എന്ന് പറയാം. ഇസ്രാ നേരത്തെ പറഞ്ഞു, സൂറത്തുൽ ഹദീദ്, ഹസ്ർ, ജുമുഅ. ജുമുഅ അല്ലട്ടോ, പള്ളിയിലൊക്കെ ബോർഡുമേൽ ജുമുഅ നമസ്കാരം വെച്ചാണ്, ജുമുഅ അല്ല. ഇതാണ് ജുമു ബിളമ്മത്തൈൻ, ജുമുഅ. ജീമിനും മീമിനും ലമ്മാണ്, മറ്റതൊക്കെ തെറ്റാണ്. അത് മലയാളമല്ല, അറബിയാണ്. തഗാബുൻ അല്ല. ഈ സൂറത്ത് ഇസ്രാ തുടങ്ങുന്നത് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ എന്നാണ്. ഹദീദും ഹസ്റും തുടങ്ങുന്നത് സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർളി എന്നുണ്ട്. ഹസ്റിൽ സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വ മാ ഫിൽ അർളി, അവിടെ മാ കൂട്ടിയിട്ടാണ്. വഹുവൽ അസീസുൽ ഹകീം. അവ രണ്ടിലും സബ്ബഹ എന്ന് പറഞ്ഞു. സൂറത്തുൽ ജുമുഅ യുസബ്ബിഹു ലില്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. അത്തഗാബുൻ അങ്ങനെ തന്നെ യുസബ്ബിഹു ലില്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. സൂറത്തുൽ ആല സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ ആല. അപ്പൊ എന്താ? ഒരു സ്ഥലത്ത് സുബ്ഹാന, ഒരു സ്ഥലത്ത് സബ്ബിഹ്, 2 സ്ഥലത്ത് സബ്ബഹ, 2 സ്ഥലത്ത് യുസബ്ബിഹു. സുബ്ഹാന, സബ്ബഹ, യുസബ്ബിഹു, സബ്ബിഹ്. ഒന്ന് പരിശുദ്ധപ്പെടുത്തുന്നു എന്നാണ്, പെടുത്തി എന്നാണ്. മറ്റത് പരിശുദ്ധപ്പെടുത്തുന്നു എന്നാണ്. ഒന്നിനെ പരിശുദ്ധപ്പെടുത്തുക എന്നാണ്. മറ്റത് സുബ്ഹാന, പരിശുദ്ധൻ, അല്ലെങ്കിൽ ഞാൻ പരിശുദ്ധനാക്കുന്നു. അപ്പൊ ഈ 6 സൂറത്തുകളും തുടങ്ങുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട്
തസ്ബീഹ് ചൊല്ലിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ സൂറത്തുകൾക്ക് അൽ മുസബ്ബിഹാത്ത് തുടങ്ങുന്ന സൂറത്തുകൾ. അതിന്റെ ഈ 6 സൂറത്തുകൾക്കാണ് ഇത് പറയുന്നത് മുസബ്ബിഹാത്ത് എന്ന് പറയുന്നത്. ഇസ്രായേൽ സുബ്ഹാനല്ലദീ അസ്റാ ഒന്നാമത്തെ ആയത്ത്, ഇതൊക്കെ ഒന്നാമത്തെ ആയത്ത്. ബാക്കിയുള്ളതൊക്കെ സുബ്ഹാനൊക്കെ വേറെ വന്നിട്ടുണ്ട്. ഇത് ഒന്നാമത്തെ ആയത്തിൽ എന്ത് വന്നു, അതുകൊണ്ട് തുടങ്ങുന്നു എന്നതുകൊണ്ടാണ്. ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ രണ്ടും തന്നെ. അപ്പൊ ഈ 6 സൂറത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്നതിന്റെ മുമ്പ് പാരായണം ചെയ്തിരുന്നു. ഇനി അതിൽ കൂട്ടത്തിൽ ആദ്യം പറഞ്ഞ ഹദീസ് എന്തുകൂടി വന്നു? ഇതിൽ പടാത്തൊന്നാണ് വന്നത് സുമർ. അപ്പൊ എത്ര സൂറത്തായി? 7 സൂറത്ത്. സഹോദരന്മാർക്കൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കണം. ഉറങ്ങണേന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്ത 7 ആയത്തല്ല, ഇതിലെന്താണ് 7 സൂറത്ത്. ഇതിനൊക്കെ സമയം വന്നില്ല, നമുക്കൊന്നിനും സമയമല്ല. നബി ബാപ്പയാണ്, ഭാര്യയാണ്, ഒന്നും രണ്ടുമല്ല. 13ഓളം വിവാഹങ്ങൾ 11, 13 ഏതായാലും 9-ൽ കൂടുതൽ വിവാഹങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ ഭരണാധികാരിയാണ്, പ്രവാചകനാണ്, നമ്മളെ ഭാഷയിൽ പറഞ്ഞ മൗലവിയാണ്, ദായിയാണ്, നാട്ടിൽ മധ്യസ്ഥം പറയണം, എല്ലാ പണിയുണ്ട്. ഇതിന്റെ ഒക്കെ രാത്രി ഇത് ഓതാതെ ഉറങ്ങാറുണ്ടായിരുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടുന്ന് സമയം കണ്ടെത്തി? നമ്മളാണ് ചിന്തിക്കേണ്ടത്. ഇനി ഇതിനിടയ്ക്ക് വരുന്ന സൂറത്തുൽ കഹ്ഫിൽ അതിന്റെ പ്രത്യേകത നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ, ആരെങ്കിലും സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യ ഭാഗത്തുള്ള 10 ആയത്തുകൾ അവൻ ഹിഫളാക്കിയാൽ ഉൽസിമ മിനദ് ദജ്ജാൽ, ദജ്ജാലിൽ നിന്ന് അവൻ സംരക്ഷിക്കപ്പെടും. ദജ്ജാൽ ഇപ്പം വന്നില്ലല്ലോ, നമ്മൾ വന്നിട്ട് നോക്കാൻ വെച്ചാൽ ഇത് നബിയെ പറഞ്ഞു. നബിന്റെ കാലഘട്ടത്തിൽ ദജ്ജാലിനെ കണ്ട ഹദീസ് മുസ്ലിമിലുണ്ട്. ദജ്ജാലിനെ കുറിച്ച് വാക്യം ചെയ്യാത്ത ഒരു പ്രവാചകനും ഉണ്ടായിട്ടില്ല എന്ന് ഹദീസിലുണ്ട്. അപ്പൊ ലോകാവസാനം വരെ അപ്പം നോക്കാന്നുള്ളതല്ല. അപ്പൊ എന്തിനാ പണ്ടേ പ്രവാചകന്മാർക്ക് പറഞ്ഞത്? അപ്പൊ അതുകൊണ്ട് നമ്മൾ പഠിക്കണം. വേറെ മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ തന്നെ ഒരു റിവായത്തിൽ മിൻ ആഖിരി സൂറത്തിൽ ബഖറ എന്നുണ്ട്. അപ്പോ രണ്ടും വന്നു. ബഖറയുടെ സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 2 പത്തായത്തുകൾ, അല്ലെങ്കിൽ സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ 10 ആയത്തുകൾ. ബഖറയല്ല, കഹ്ഫിന്റെ ആദ്യത്തെ 10 അല്ലെങ്കിൽ അവസാനത്തെ 10 രണ്ടും മുസ്ലിമിന്റെ തന്നെ റിവായത്തിൽ വന്നിട്ടുണ്ട്. ഇത് പാരായണം ചെയ്താൽ, പഠിച്ചാൽ, ഹിഫ്ളാക്കിയാൽ എന്തുണ്ടാകും? ദജ്ജാലിൽ നിന്ന് അവന് സംരക്ഷണം കിട്ടും. ഇതേപോലെ മറ്റു ചില ഹാക്കിമിന്റെയും മറ്റു റിപ്പോർട്ടുകളിൽ ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അളാഅ ലഹു മിനൻ നൂരി മാ ബൈനൽ ജുമഅതൈൻ, 2 വെള്ളിയാഴ്ചക്കിടയിൽ അവന് പ്രകാശം നൽകപ്പെടും. ഖുർആൻ നൂറാണ്, പക്ഷേ ഈ കഹ്ഫ് പാരായണം ചെയ്താൽ 2 വെള്ളിയാഴ്ചക്കിടയിൽ അവന് പ്രകാശമുണ്ട്. അള്ളാഹുവിന്റെ പ്രത്യേകമായ ഈമാന്റെ വെളിച്ചം അവന് കിട്ടുന്നു. ബൈഹഖിയുടെ മറ്റൊരു റിപ്പോർട്ടിൽ മാ ബൈനഹു വ ബൈനൽ അതീഖ്, അവന്റെയും ബൈത്തുൽ അതീഖിന്റെയും, ബൈത്തുൽ അതീഖ് എന്ന കഅബാലയമാണ്, അവന്റെയും കഅബാലയത്തിന്റെയും ഇടയിലുള്ള അത്ര പ്രകാശം അവന് നൽകപ്പെടും. അപ്പൊ അതിന്റെ അളവ് സൂചിപ്പിക്കാനാണ്, മറ്റൊരതിന്റെ ദിവസത്തിന്റെ ദൈർഘ്യം സൂചിപ്പിക്കാനാണ്. അപ്പൊ ഇവിടുന്ന് കഅബ വരെയുള്ള അത്ര ദൈർഘ്യത്തിലുള്ള പ്രകാശം, ഒരാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന പ്രകാശം. അപ്പൊ രണ്ടും കിട്ടി, നീളവും കിട്ടി, അതിന്റെ സമയവും കിട്ടി. ഇത് രണ്ടും 2 റിപ്പോർട്ടുകളിലൂടെ പിന്നെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ആ പ്രത്യേകത ഈ പിന്നെ കഹ്ഫ് കൊണ്ട് ലഭിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇതിൽ വന്ന ദുർബലമായ ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് ഞാനൊരു സൂറത്തിനെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ? ആകാശഭൂമികൾക്കിടയിലുള്ള അത്രയാണ് അതിന്റെ മഹത്വം. സൂറത്തുൽ കഹ്ഫ് എഴുതുന്നവനും അതുപോലുള്ള പ്രതിഫലമുണ്ട്. ആരെങ്കിലും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ ഗഫറല്ലാഹു ലഹു മാ ബൈനഹു വ ബൈനൽ ജുമഅത്തിൽ ഉഖ്റ വ സിയാദി 3 അയ്യാം, 7 ദിവസവും പിന്നെ 3 ദിവസത്തെയും പാപം അല്ലാഹു പുറത്തു തരും. ആരെങ്കിലും ഖറഅൽ ഹംസ അൽ അവാഖിർ മിൻഹ ഇൻദ നൗമിഹി, രാത്രി ഉറങ്ങുമ്പോ സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ 5 ആയത്ത് അവൻ പാരായണം ചെയ്താൽ ബഅസല്ലാഹു അയ്യൽ ലൈലി ശാഅ, അവൻ ഉദ്ദേശിച്ച രാത്രിയിൽ അള്ളാഹു അവനെ വിളിച്ചു നിർത്തും, എഴുന്നേൽപ്പിക്കും.
ആവർത്തിക്കുന്നില്ല. ഇതൊക്കെ എന്താണ് ദുർബലമായ റിപ്പോർട്ട്. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഒന്ന് ദജ്ജാൽ എന്നുള്ള സംരക്ഷണം, രണ്ടാമത്തേത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന 100, ഇവിടെ പറഞ്ഞാൽ എന്താ പാപം പൊറുക്കപ്പെടുന്നതാണ്, അത് സഹിയല്ല. പിന്നെ കഅബ വരെയുള്ള പ്രകാശം, അതും സഹിഹാണ്. രണ്ടാമത് ഈ പറഞ്ഞത് ദുർബലമായ റിവായത്താണ്. അടുത്തത് സൂറത്തു സജ്ദ, സൂറത്തു ദഹർ, സൂറത്തുൽ മുനാഫിഖൂൻ, സൂറത്തുൽ ജുമുഅ. عن ابن عباس رضي الله عنهما أن النبي صلى الله عليه وسلم كان يقرأ في صلاة الفجر يوم الجمعة ألف لام ميم تنزيل السجدة وهل أتى على الإنسان حين من الدهر. وأن النبي صلى الله عليه وسلم كان يقرأ في صلاة الجمعة سورة الجمعة والمنافقين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ച ദിവസം സുബ്ഹിന്റെ നമസ്കാരത്തിൽ സൂറത്തു സജ്ദയും സൂറത്തു ദഹറും പാരായണം ചെയ്യാറുണ്ടായിരുന്നു. സൂറത്തു സജ്ദ നമ്മൾ ചില പരിഭാഷകളിൽ പോലും എഴുതിയിട്ടുള്ളത് സജദ. സജദ എന്നത് തെറ്റാണ്. ജീവന് സുക്കൂനാണ്. സജ്ദ. സൂറത്തു സജ്ദയും അതിലൊരു തിലാവത്തിന് സുജൂദുണ്ട്. പിന്നെ സൂറത്തുൽ ഇൻസാൻ, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ, അല്ലെങ്കിൽ സൂറത്തുൽ ദഹർ, സൂറത്തുൽ ഇൻസാൻ രണ്ട് പറഞ്ഞാൽ തെറ്റില്ല. ആ സൂറത്തുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ദിവസത്തെ സുബ്ഹിൽ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ വെള്ളിയാഴ്ച ദിവസം ജുമുഅ നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ജുമുഅയും സൂറത്തുൽ മുനാഫിഖീനും പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല, ഇത് പ്രവാചകൻ അങ്ങനെ ചെയ്യുന്ന സുന്നത്താണ്. പക്ഷേ നമ്മുടെ പല പള്ളികളിലും പല ഇമാമുകളും ഇത് ഓതാറില്ല. ചിലപ്പോ എന്ത് ചെയ്യും, സജ്ദ മാത്രം 2 റക്അത്ത് കൂടി ഓതും, അല്ലെങ്കിൽ ഇൻസാൻ 2 റക്അത്ത് കൂടി ഓതും. നബി ചോദ്യം അങ്ങനെയല്ല. ഒന്നാമത്തേതിൽ സജ്ദ മുഴുവനായും, രണ്ടാമത്തേതിൽ ദഹർ മുഴുവനായും. അപ്പൊ 4-5 പേജ് വരും. നമ്മളെ പള്ളിയിൽ അപ്പൂരി തേക്കുന്ന 100 പുറന്നു അല്ലേ. ഒന്നാമത് ഇഫ്ലുണ്ടാവില്ല. ഇഫ്ലുണ്ടായാൽ തന്നെ നീട്ടി ഓതിയാൽ സമയം പോകുമല്ലോ എന്നുള്ളതാണ്. പക്ഷെ നബി വെള്ളിയാഴ്ച ദിവസം അത് പാരായണം ചെയ്തിരുന്നു. കാരണം അതൊക്കെ നമ്മൾ അർത്ഥം പഠിച്ച് കേട്ട് മനസ്സിലാക്കേണ്ടുന്ന ആയത്തുകളാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കണം. പിന്നെ സൂറത്തുൽ ഫത്ഹ്, ബുഖാരി റിപ്പോർട്ട് ഹദീസ് കാണാം. ലഹിയ അഹബ്ബു ഇലയ്യ. സൂറത്തുൽ ഫത്ഹ് എന്ന് പറഞ്ഞാൽ വിജയം എന്നാണ് സൂറത്തിന്റെ പേര്. അത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സൂറത്താണ്. മിമ്മാ തലഅത് അലൈഹി ശംസു. സൂര്യൻ എന്തിന്റെ മേലെല്ലാം ഉദിച്ചുവോ, അങ്ങനെ സൂര്യൻ അവിടൊക്കെ ഒരിക്കൽ ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ അതിന്റെ മേലൊക്കെ സൂര്യന്റെ വെളിച്ചെത്തും. അപ്പൊ സൂര്യൻ എന്തിന്റെ മേലെല്ലാം ഉദയം ചെയ്തിട്ടുണ്ടോ അതിനേക്കാളെല്ലാം എനിക്ക് അഹബ്ബായ സൂറത്ത് ഒരു സൂറത്തുണ്ട്. സുമ്മ ഖറഅ എന്ന് നബി ഓതി. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന സൂറത്തുൽ ഫതഹിന്റെ 1ാമത്തെ ആയത്തിൽ നബി ഓതി കേൾപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ആ ആയത്ത് എന്നല്ല, ആ സൂറത്ത് ഭൂമിയിലുള്ളതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്. മുസ്ലിമിന്റെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ ഈ അഹബ്ബു ഇലയ്യ മിനദ് ദുനിയാ ജമീഅൻ, ഈ ദുനിയാവ് എന്തെല്ലാം ഉണ്ടോ അതിനേക്കാളെല്ലാം എനിക്ക് പ്രിയപ്പെട്ടത് ഈ സൂറത്താണ്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്ന് വെച്ചാൽ നമ്മൾ പറയും പോത്ത് ബിരിയാണി, ഫിഷ് ബിരിയാണി. എന്താണ് കിട്ടാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ താല്പര്യമുള്ളത്? ഇവിടെ നബി എന്താ പറഞ്ഞത്? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് സൂര്യന്റെ വെളിച്ചം അവിടേക്ക് എത്തുന്നുവോ. മറ്റൊരു റിപ്പോർട്ടിൽ ദുനിയാവ് എന്താണോ അതിനേക്കാളൊക്കെ. ആലോചിക്കുന്നത് ദുനിയാവിൽ എന്തൊക്കെ ഉണ്ട്? 3 സെന്റ് ഭൂമി എത്തിയാൽ പുറണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതിനുവേണ്ടി ജീവിതം മുഴുവൻ നട്ടോട്ട് ഓടുകയാണ്. 10 സെന്റിലും 1 ഏക്കറിലും വീടുണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. ഒരു 3 സെന്റല്ല, 1 ഏക്കറയല്ല, ഒരു വാർഡല്ല, ഒരു ബ്ലോക്കിന്റെ വാർഡല്ല, ഒരു ജില്ല ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഡല്ല, ജില്ല അല്ല, സ്റ്റേറ്റ് അല്ല, ഭൂലോകം ഒന്നായിട്ട് അതിനേക്കാൾ ഏറെ. അതാണ് നമുക്ക് എന്തെല്ലാം ഇപ്പോഴല്ല, അള്ള ലോകം സൃഷ്ടിച്ചത് മുതൽ ഇപ്പോഴും ഈ ലോകാവസാനം വരെ ഈ ലോകത്ത് എന്തൊക്കെ ഉണ്ടാകുമോ ഒക്കെ പറയാനോ. ദുനിയാവിലുള്ളതിനേക്കാൾ വില മതിക്കാൻ കഴിയില്ല. അതിനേക്കാളൊക്കെ എനിക്ക് ഭയപ്പെട്ടത് സൂറത്തുൽ ഫത്ഹാണ്. ഇനി മറ്റൊരു റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ വയുതിമ്മ നിഅമതഹു അലൈക വയഹ്ദിയക സിറാത്തൻ മുസ്തഖീമ. ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പ്രവാചകൻ പറയാൻ, യുഹാലിസൂനൽ ഹുസ്ന, ഹുദൈബിയ സന്ധി കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സൂറത്ത് അവതരിച്ചത്. നബിന്റെ സഹാബത്ത് ദുഃഖവും സങ്കടവും കൂടിച്ചേർന്ന ആളുകളായിരുന്നു. മനസ്സ് നിറയെ സങ്കടവും ദുഃഖവുമാണ്. എന്താ, ഒന്ന് ഉംറയ്ക്ക് പോകാൻ പറ്റിയില്ലല്ലോ, പിന്നെന്താ ഹുദൈബിയ സന്ധിയിൽ ഒപ്പിട്ടല്ലോ. എന്തിനായാലും ഒപ്പിടുന്നത്?
ഇത് നമുക്ക് പരാജയമല്ല, നബി വിശദീകരിച്ചെടുത്തു. കാരണം എന്താ, ചില പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില വ്യവസ്ഥകളിലുണ്ടായിരുന്നു ഹുദൈബിയ സന്ധിയുടെ കരാറിൽ. ഞാനത് വിശദീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഹുസ്നും കഅബത്തും വഖദ് ഹീല ബൈനഹും വബൈന മസാകിനിഹിം, അവരുടെ താമസ സ്ഥലത്തിനും ഇടയിൽ മറയ സൃഷ്ടിക്കപ്പെട്ടു. വനഹറുൽ ഹദിയൽ ഹുദൈബിയ, ഉംറയ്ക്ക് വേണ്ടി അവർ കൊണ്ടുപോയ ബലിമൃഗങ്ങളെ അങ്ങോട്ട് എത്താൻ കഴിയാതെ ഹുദൈബിയയിൽ വെച്ച് അവർ അറുത്ത് തഹല്ലുലാകേണ്ടി വന്നു. അപ്പോഴാണ് ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന ആയത്തിറങ്ങുന്നത്. ലിയഗ്ഫിറ ലകല്ലാഹ്, എന്നിട്ട് അള്ളാഹു പ്രവാചകന് പറഞ്ഞു കൊടുക്കാൻ, മലക്ക് പറഞ്ഞു കൊടുക്കാൻ, അള്ളാഹു നിന്റെ മുൻകഴിഞ്ഞതും വരാൻ പോകുന്നതുമായ പാപങ്ങൾ പുറത്തു തരുന്നതിന് വേണ്ടി, വയുത്തിമ്മ നിഅമതഹു അലൈക, അള്ളാഹുവിന്റെ നിയമത്ത് നിനക്ക് പൂർത്തീകരിച്ചിരുന്നതിന് വേണ്ടി, വയഹ്ദിയക സിറാത്തൻ മുസ്തഖീമ, നിനക്ക് ഇന്ന സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി കാണിക്കുന്നതിന് വേണ്ടി. എന്ന 3 കാര്യമാണ് പറഞ്ഞത്. ഒന്ന് സിറാത്തുൽ മുസ്തഖീം, പിന്നെ നിയമത്ത് പൂർത്തീകരിക്കാൻ, കഴിഞ്ഞതും വരുന്നതുമായ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടിയാണ് ഈ ദുഃഖം നിറഞ്ഞ ഘട്ടത്തിൽ സൂറത്തുൽ ഫത്ഹ് അവതരിപ്പിച്ചിരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മലക്ക് വന്നുകൊണ്ട് പറയുന്നു. ഇങ്ങനെ ഈ പ്രത്യേകത എന്തുകൊണ്ട് എന്നുള്ളത് നമുക്കറിയാം. എന്താണ് ഈ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശരിക്കും മക്കം ഫത്ഹ് അല്ല ഹുദൈബിയ സന്ധി എന്തായിരുന്നു? അതൊരു വിജയമാണ്. അതാണ് വിജയത്തിലേക്ക് നയിച്ചത്. അതുകൊണ്ടാണ് ഫതഹൻ മുബീന. അപ്പൊ എന്തുവേണം? ഇത് നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൂറത്താണ്. നമ്മൾ ഒരു വട്ടെങ്കിലും ഓടിയിട്ടുണ്ടോ? അതിന്റെ അർത്ഥം പഠിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ടതാണ്? ഹുദൈബിയ സന്ധിയെക്കുറിച്ചും അതിൽ നടന്ന ഏറ്റവും വലിയൊരു വിഷയം എന്താ? ബൈഅത്തുൽ റിദ്വാൻ. ആ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി സഹാബത്തുമായി നടത്തിയ ഉടമ്പടി എന്താണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ വേണ്ടി വന്നാൽ മരിക്കാൻ തയ്യാറാണ് എന്ന് നബിയോട് സഹാബികൾ ബൈഅത്ത് നടത്തി. അതാണ് ബൈഅത്തുൽ റിദ്വാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സഹാബികളുടെ സവിശേഷത, അവർ ആർക്ക് എല്ലാം എത്രത്തോളം സവിശേഷതയുണ്ട്. ആദ്യം വിശ്വസിച്ച ആളുകളാര്, മക്കം ഫത്ഹിന് മുമ്പ് വിശ്വാസികളായ ആളുകൾ ശ്രദ്ധയുണ്ട്, അതിനുശേഷം വന്ന ഒരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെ സഹാബത്തിന്റെ ചില സവിശേഷതകളും ഒക്കെ വിശദീകരിക്കുന്ന ആയത്തുകളാണ് സൂറത്തുൽ ഫത്ഹിൽ അടങ്ങിയിട്ടുള്ളത്. ഇതേപോലെ സൂറത്ത് അഹ്ഖാഫിലെ 15-ാമത്തെ വചനം, സൂറത്തുൽ നംലിലെ 19-ാമത്തെ വചനം. ഇത് നമ്മൾ നമ്പർ നോട്ട് ചെയ്ത് വെച്ചാൽ അഹ്ഖാഫ് 15, നംല് 19. അതിൽ അഹ്ഖാഫിലെ 15-ാമത്തെ ആയത്തിൽ 40 വയസ്സായ ആളുകളെ കുറിച്ച് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഒരു പ്രാർത്ഥന അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ കൂട്ടത്തിൽ പലരും 40 കഴിഞ്ഞവരാണ് മുന്നിൽ അല്ലെ. 40 വയസ്സായ ആളുകൾ ഒരായത്തിന്റെ ഇടയ്ക്കുള്ള വാചകമാണ് ഹത്താ ഇദാ ബലഗ അശുദ്ധഹു വ ബലഗ 40 സന. അവന്റെ ഗർഭം ധരിച്ചതും മുലയൂട്ടിയതും ഉമ്മക്കുണ്ടായ പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞതിന് ശേഷം പറയാം, പ്രസവിച്ചു, വലുതായി, പ്രായപൂർത്തിയെത്തി, എന്നിട്ട് അവന് 40 വയസ്സായാൽ 40 വയസ്സെത്തിയവൻ പറയണം എന്താണ്? റബ്ബി ഔസിഇനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും അല്ലാഹുവേ നീ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാൻ എനിക്ക് നീ തൗഫീഖ് നൽകണമേ, അതിന്റെ മനസ്സിൽ നീ തോന്നിപ്പിച്ചു തരണമേ. എനിക്കൊരു 40 വയസ്സ് വരെ ജീവിക്കാൻ എനിക്കൊരു ആയുസ് നൽകി, എന്റെ യുവത്വം എനിക്ക് കിട്ടി, എന്റെ വാപ്പക്കുമ്മക്ക് ഒരുപാട് നിയമത്ത് ചെയ്തു, അതൊക്കെ വലിയ നിയമത്താണ്. അപ്പൊ വാപ്പയും ഉമ്മയും ആരോഗ്യത്തോട് ജീവിച്ചത് കൊണ്ടാണ് നമുക്കും ഭാഗ്യമുണ്ടായത്, നമുക്കും യുവത്വം പിന്നിടാൻ സാധിച്ചു. അതുകൊണ്ട് അല്ലാഹുവേ നീ മഹത്തായ നിയമത്ത് നൽകിയ വാപ്പൻക്കും ഉമ്മക്ക് കിട്ടിയ നിയമത്ത് കൂടി ചേർത്ത് പറഞ്ഞുകൊണ്ട്, നമ്മൾ മാത്രമല്ല, അതുകൊണ്ട് അല്ലാഹുവേ നിന്റെ നിയമത്തിന് നന്ദി ചെയ്യാനുള്ള മനസ്സ് എനിക്ക് നീ നൽകണമേ, അതിനുള്ള ഭാഗ്യം എനിക്ക് നീ നൽകണമേ. രണ്ടാമത്തത് 40 വയസ്സായി ഇനി ബേക്കോട്ടടിക്കാൻ അല്ലേ? അറബിയിൽ വസ്തുണ്ട്, പൂർണ്ണതയ്ക്ക് ശേഷം നുക്സാനല്ലാതെ മറ്റൊന്നുമില്ല. പൂർണ്ണത പ്രാപിച്ച ഏതൊരു വസ്തുവും എന്ത് ചെയ്യും? പിന്നെ അത് അപൂർണതയിലേക്ക് പോകും, ചുരുങ്ങാൻ തുടങ്ങും. ഏതുപോലെ ചന്ദ്രൻ ഹിലാൽ ചെറുതായി വരുന്നു, 14 ആകുമ്പോൾ പൂർണ്ണചന്ദ്രനാകുന്നു. 14 കഴിഞ്ഞാൽ പിന്നെന്താ? നുക്സാനാണ്. പിന്നെ കുറഞ്ഞിട്ട് എന്ത് ചെയ്യും? തുടങ്ങിയതുപോലെ തന്നെ തിരിച്ചു പോകും. അപ്പൊ ഏതൊരു സംഗതിയും പൂർണ്ണമായാൽ പൂർണ്ണതയ്ക്ക് ശേഷം അപൂർണതയാണ്. ഇതൊരു തത്വമാണ്, അതൊരു നമുക്കറിയാവുന്ന വസ്തുവുമാണ്. എന്തും വളർച്ചയെത്തി പൂർണ്ണതയെത്തിയാൽ ഒരു സംഘടനയാണെങ്കിലും ഒരു സമൂഹമാണെങ്കിലും ഒരു വളർച്ച ഉണ്ടാവും. മൂപ്പത്തിയാ പിന്നെ അല്ലേ വിശദീകരിക്കണ്ടല്ലോ. അപ്പോ ഇവിടെ എന്താണ്? 40 വയസ്സെന്നുള്ളത് അവന്റെ ആരോഗ്യപരമായ വളർച്ചയും പൂർണ്ണതയും ഈമാനിന്റെ പക്വതയും എല്ലാം പ്രാപിക്കേണ്ടുന്ന ഒരു ഘട്ടമാണ്. ഒരുപാട് കുടുംബം, മക്കൾ, പേരക്കുട്ടികൾ, ജീവിതത്തിന്റെ ഒരുപാട് ചൂട്ടുളകൾ ഇതിലൊക്കെ കടന്നു പോകണം. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വരും അല്ലേ?
നിങ്ങൾക്ക് ഷുഗറുണ്ടോ? ഷുഗറുണ്ട്. വയസ്സെത്രയും? 40. കുഴപ്പമില്ല. പ്രഷറുണ്ടോ? കൊളസ്ട്രോൾ ഉണ്ടോ? എത്ര വയസ്സ്? 48. കുഴപ്പമില്ല. എന്താ കുഴപ്പമില്ല വെച്ചാൽ രോഗപ്രശ്നമാണ്. അല്ല, 40 രോഗം നിങ്ങളെ കീഴ്പ്പെടുത്താൻ സമയമായി അല്ലോ. അപ്പൊ 40 എത്തിയവൻ പറയണം എന്താണ്? എന്റെ നല്ല കാലത്ത് കഴിഞ്ഞ ഇവർക്കാണ്. ദുനിയാവിന് വേണ്ടി ഞാൻ കുറെ ജീവിച്ചിട്ടുണ്ട്. അള്ളാഹുവെ നിനക്കിഷ്ടപ്പെട്ട അമലുകൾ ചെയ്യാൻ, എന്തൊക്കെ ചെയ്യാനല്ല, നീ തൃപ്തിപ്പെടുന്ന പ്രവൃത്തി ചെയ്യാനും എനിക്ക് നീ തൗഫീഖ് നൽകണമേ. കല്യാണം കഴിച്ച് മക്കളുണ്ടായിട്ടുണ്ട്, മക്കളില്ലാത്തവൻ ബാധിക്കട്ടത്. മക്കളില്ലാത്തവൻ ഉണ്ടാവാലോ. പടക്കവനെ മക്കളുണ്ട്, മക്കളാണ് ഇനി എനിക്ക് എന്റെ തുണ. അല്ലേ? മക്കളെ നമ്മൾ കൂട്ടി നിർത്തുന്നതിനാ നമുക്ക് താങ്ങും തണലുമാകാനാണ്. അവരുടെ പ്രാർത്ഥന നമുക്ക് തണലാകണം, അവരുടെ പ്രവൃത്തി നമുക്ക് തണലാകണം, അവരുടെ വരുമാനം നമുക്ക് തണലാകണം. കുരുത്തം കെട്ടാൽ ഒന്നും കിട്ടൂല. അപ്പൊ പടച്ചവന് എന്റെ മക്കൾ എന്റെ സമ്പാദ്യമാണ്. എരി പഠിച്ചിട്ട് മക്കൾ സമ്പാദ്യമാണ്. അതുകൊണ്ടാണ് മക്കൾ ചെയ്തതിന്റെ കൂലി വാപ്പക്കും മക്കും കിട്ടുമെന്ന് പറഞ്ഞത്, മന്നൽക്ക് പൂറ്റിവാക്കിയാൽ. അപ്പോ അല്ലാഹുവേ എന്റെ സന്താനങ്ങളിൽ നീ ഇസ്ലാഹ് വരുത്തണമേ. എനിക്ക് നല്ല തോന്നിയ മക്കളെ ഇസ്ലാഹികളാക്കണം. ബാപ്പ മാത്രം ഇസ്ലാഹിയാ പോരാ, മക്കളെയും എന്ത് ചെയ്യണം? നീ ഇസ്ലാഹ് നടത്തണം. അസ്നേഹത്തിൽ ദുര്യത്തി എന്റെ മക്കളിൽ നീ ഇസ്ലാഹ് നടത്തണം. മക്കളുണ്ട്, മക്കളെ നന്നാക്കണം, ഇസ്ലാഹികളാക്കണം. ആരുടെ പറയുന്നത്? പഠിത്തനോട് പറയാ, നമുക്ക് പറ്റുന്ന പണിയുമ്പോൾ കൊടുക്കുക, ഈ ജാതി ക്ലാസ്സിനൊക്കെ കൊണ്ടുവരിക, പഠിപ്പിച്ചെടുക്കുക. മോനെ നോട്ടീസും കഷ്ടത്തിലിരുത്തി അങ്ങോട്ട് കൊണ്ട് തലങ്ങും വിലങ്ങി ഓടിയാൽ മാത്രം എന്താവില്ല, ഇസ്ലാഹിയാവുകയില്ല. അല്ലേ? ഇന്നേ തുബിത്തുയിലേക്ക പഠിച്ചവനെ 40 വയസ്സായി കുറെ ചെയ്തിട്ടുണ്ട്, ഒക്കെ ഞാൻ ക്ഷീണിച്ചു മടങ്ങുന്നു. അല്ലെ? ഊക്ക മസിൽ പവറൊക്കെ പോയി. ഇന്നീ തുബിത്തുയിലേക്ക് ഞാനിലേക്ക് ക്ഷീണിച്ചു മടങ്ങുന്നു. അപ്പൊ ഇന്നീനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തനാണ്. ഇവിടെ മുസ്ലിം തന്നെ ഞാൻ വർക്കനെ, ഞാനൊരു മാപ്പിളാണ്, എന്റെ മുറുകനല്ല. പിന്നെന്താ? നേരത്തെ ഞാൻ സുബ്ഹിന്റെ സുന്നത്തിൽ 3 ആയത്തുകൾ പറഞ്ഞു. അല്ലേ? ബഖറ 136, 52, ആല ഇമ്രാൻ 64. അവിടെ എന്താ? അവിടെ 3 അവസാനിക്കുന്നത് മുസ്ലിങ്ങളാണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചാണ് ഖുർആനിൽ അല്ലെങ്കിൽ ഹദീസിൽ ഒരു സ്ഥലത്ത് മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം എന്ന് മാത്രം പറഞ്ഞാൽ അതിനോടൊപ്പം എന്തുകൂടി മനസ്സിലാക്കണം? ഈമാൻ കാര്യം കൂടി മനസ്സിലാക്കണം. ഒരു സ്ഥലത്ത് ഈമാൻ എന്ന് മാത്രമാണ് പറഞ്ഞതെങ്കിൽ ഈമാൻ കാര്യവും അതോടൊപ്പം ഇസ്ലാം കാര്യവും മനസ്സിലാക്കണം. ലാഹിറും ബാത്തിനും മനസ്സിലാക്കണം. അഅ്മാലുൽ ലാഹിറയും അഅ്മാലുൽ ബാത്തിനെയും മനസ്സിലാക്കണം. ഇനി ഒരു സ്ഥലത്ത് പിന്നെ രണ്ടും ചേർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈമാനും ഇസ്ലാമും പറഞ്ഞാൽ ഇസ്ലാം കൊണ്ട് മനസ്സിലാക്കേണ്ടത് ഇസ്ലാം കാര്യം, ഈമാൻ കൊണ്ട് മനസ്സിലാക്കേണ്ടത് ഇസ്ലാം കാര്യം. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടൊക്കെ മുസ്ലിം തന്നെ പറഞ്ഞിട്ടുള്ളൂ. പല തമൂത്തിന്റെ ഇല്ലാവാത്ത മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കുന്നത്, ഞങ്ങളൊരു മാപ്പിളായി മരിച്ചാൽ മതി എന്നല്ല പറഞ്ഞത്. മുസ്ലിങ്ങളാകണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ചില ആൾക്കാർ ചോദിക്കരുത്. അത് നമുക്ക് വിശദീകരണം അറിയാത്തതുകൊണ്ടാണ്, നമ്മളുള്ളതുകൊണ്ട് വ്യാഖ്യാനിച്ചുകൊണ്ടാണ്. പണ്ഡിതന്മാരുടെ വിശദീകരണമായി പറയുന്നത്. അപ്പൊ എന്താണ്? മുസ്ലിങ്ങളിൽ പെട്ടവനാകുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എനിക്ക് ഇസ്ലാമുണ്ട്, ഈമാനുണ്ട്, ഞാൻ അതിൽപ്പെട്ട ഒരുത്തനാണ്, ഞാനിതാ തൗബ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് പഠിച്ചവനെ ഇതൊക്കെ എനിക്ക് നീ നൽകണം. അപ്പൊ നോക്കി, ഈ പ്രാർത്ഥന ആയത്ത് നമ്മൾ കാണാതിരിക്കണം. പ്രാർത്ഥനയാണ് എപ്പോഴും ബാക്കി, നമുക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, പരലോകത്തിന് വേണ്ടി. ഇനി നമ്മിലെ ആയത്തിന് അവിടെ ആമല സാലിഹൻ തർലാ എന്ന് കഴിച്ച് മക്കളെ കുറിച്ച് പറയുന്നില്ല, പശ്ചാത്താപത്തെ കുറിച്ച് പറയുന്നില്ല. പിന്നെന്താണ് പറഞ്ഞത്? നിന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് എന്നെ നീ നിന്റെ സാലിഹ്യങ്ങളായ അടിമകളിൽ അല്ലാഹുവേ നീ ചേർക്കണമേ. അതും ഒരു മഹത്തായ പ്രാർത്ഥനയാണ്. ആരെ കൂടത്ത് കൂടണം? ഇബാദിക്കസ്വാലിഹീൻ, നിന്റെ സാലിഹീങ്ങളായ അടിമകളിൽ എന്നെ നീ ചേർക്കണമേ. അടുത്തത് സൂറത്തുൽ ഖാഫും സൂറത്തുൽ ഖമറും. അഖൽതു ഖാഫൽ ഖുർആനിൽ മജീദ് മിൻ ഫീ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ജുമുഅ വഹുവ യഖറഉ ബിഹാ അലൽ മിൻബർ ഫീ കുല്ലി ജുമുഅ. മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്. ഉഖ്തുൽ അംറ എന്നാണ് ഈ ഹദീസിലുള്ളത്. അംറയുടെ സഹോദരി, അത് ഉമ്മു ഹിഷാം എന്ന് പറയുന്ന സ്ത്രീയാണ്. ഉമ്മു ഹിഷാം എന്ന് പറയുന്ന സ്ത്രീ പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്ന് സൂറത്തുൽ ഖാഫ് പഠിച്ചു, മനഃപ്പാഠമാക്കി. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ച ദിവസം എല്ലാ ആഴ്ചയിലും മിമ്പറിൽ വെച്ച് സൂറത്ത് ഖാഫ് പാരായണം ചെയ്യാറുണ്ടായിരുന്നു.
സൂറത്ത് ഖാഫ്. എന്തുകൊണ്ടാ? വെള്ളിയാഴ്ച ജുമാ എന്താ? യഖറഉൽ ഖുർആൻ വയുക്കിറുന്നാസ്. നമ്മളിപ്പോ എന്താ കുത്തുബയെ പറയാ? വേദമോടും അല്ലേ? വേദമോടിയിട്ടാണ് കുത്തുബ പോലും. ക്ലിപ്പ് പിന്നെ ഇടാൻ സൗകര്യമില്ലാത്തൊന്നും ഉണ്ടാവില്ല. കുത്തുബയിൽ ക്ലിപ്പ് ഉണ്ടാകാറില്ല. തൊള്ളെ തോന്നിയ എല്ലാ കാര്യവും പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുത്തുബ എന്താ? യഖറഉൽ ഖുർആൻ വയുക്കിറുന്നാസ്. ഖുർആൻ ഓതി ജനങ്ങളെ ശ്രദ്ധിക്കുകയും ബോധവൽക്കരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വെള്ളിയാഴ്ചയും എന്നാൽ ഇവിടെ എല്ലാം എന്ന് പറഞ്ഞാൽ ഗാലിബിന് വേണ്ടി എന്ന് മനസ്സിലാക്കാം. എന്ന് പറഞ്ഞാൽ അധിക വെള്ളിയാഴ്ചയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ വെച്ച് സൂറത്തുൽ ഖാഫ് ഓതിക്കാണ് ഖുതുബ നടത്തിയത്. ഖാഫ് ഓതി കേട്ടാൽ തന്നെ ആർക്ക് മനസ്സിലാവും? അറബികളെ മുന്നിട്ടിരിക്കില്ല, ഓർക്ക് മനസ്സിലാവും. നമുക്കത് അറിയാത്തവൻ ആയത്തിന്റെ അർത്ഥം പറഞ്ഞ് വിശദീകരിച്ചു കൊടുക്കേണ്ടി വരും. പക്ഷേ അവിടെ സൂറത്തുൽ ഖാഫ് എന്തുകൊണ്ട് നബി ഓതി, എന്തുകൊണ്ട് ജുമാഅത്ത് പഠിപ്പിച്ചു? അപ്പൊ അത് കേട്ട് വെള്ളിയാഴ്ച ഖുതുബയിൽ നബി ഓതിയത് കേട്ടിട്ടാണ് ഞാൻ അത് കാണാതെ പഠിച്ചത്. പ്രവാചകന്റെ വീടിന്റെ അടുത്ത് താമസിച്ചിരുന്ന ചില റിപ്പോർട്ടിൽ ഞങ്ങൾക്കും അവർക്കും ഇടയിൽ ഒരടുപ്പായിരുന്നു എന്നൊക്കെ റിപ്പോർട്ടുണ്ട്. അത്രയ്ക്ക് അയൽവക്കത്തായിരുന്നു. അങ്ങനെ ഞാൻ നബിയുടെ ഖുതുബയിൽ നിന്നാണ് ഈ സൂറത്ത് കാണാതെ പഠിച്ചത്. അപ്പൊ എന്താ സൂറത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കുക? അത് നമ്മൾ പഠിക്കേണ്ട സൂറത്താണ് അല്ലേ? മരണവുമായും മനുഷ്യന്റെ പ്രവർത്തനവുമായും പരലോകത്ത് നേർക്ക് നേരെ കൊണ്ടുപോയി മലക്കുകൾ ഹാജരാക്കുന്നതും ഹരീനെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതൊക്കെ പഠിക്കണ്ടേ? അപ്പോ ആ ആയത്തിന്റെയും സൂറത്തിന്റെയും പ്രത്യേകത മനസ്സിലാക്കുക. അപ്പോ പ്രവാചകൻ നമ്മളിപ്പോ രണ്ടാഴ്ച അല്ല, ഒരാഴ്ച 2 ആഴ്ച സൂറത്തിൽ കാബോധി വിശദീകരിച്ചുകൊണ്ടിരിക്കുള്ളൂ നമ്മളെ പള്ളിയിൽ. മുതലേ നിങ്ങള് അടുത്താഴ്ച വന്നാണ് അല്ലേ? അല്ലെങ്കിൽ ഇന്നെന്താ വിഷയം കാഫന്നാണോ ചോദിച്ചത്? ചിലപ്പോ എന്തിനാ വേറെന്തോന്ന് പറഞ്ഞോട്ടെ. നബിയോട് ആരും ചോദിച്ചില്ല. നബിയോട് ആരും ചോദിച്ചില്ല നിങ്ങളെന്താ എല്ലാ ആഴ്ചയും വേറെ ആയിട്ടൊന്നുമില്ലേ? നിങ്ങൾ വിഷയം പഠിച്ചില്ലേ? നിങ്ങൾ പിന്നെ ഗണ്യവും പഠിച്ചിട്ടുള്ളൂ അല്ലേ? ഗണ്യല്ലോ. അപ്പൊ അത് സൂറത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ നമ്മൾ പഠിക്കണം. പിന്നെ പെരുന്നാൾ നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ قرأ به رسول الله صلى الله عليه وسلم في يوم العيد فقلت باقتربت الساعة وقاف والقرآن المجيد. اقتربت الساعة وانشق القمر. അതായത് സൂറത്തുൽ ഖമർ. സൂറത്തുൽ ഖമറും സൂറത്തു ഖാഫും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ നമസ്കാരത്തിൽ പാരായണം ചെയ്തിരുന്നു. പെരുന്നാൾ തന്നെ ഖാഫ് ഖമർ. ഖമറിലെന്താ? ഖിയാമത്ത് നാളിന്റെ തുടക്കവും അതുപോലെ തന്നെ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിഷേധികളായ ആളുകൾക്കുണ്ടായ ശിക്ഷയെ സംബന്ധിച്ചുമൊക്കെ ബോധ്യപ്പെടുന്ന സൂറത്താണ് ഒരു സൂറത്തുൽ ഖമർ. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസം പെരുന്നാളിന് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസം അല്ലേ? അപ്പൊ ആ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ ഈ 2 സൂറത്തുകൾ രണ്ടും ഈ പറഞ്ഞ പരലോക വിശ്വാസം ഉണ്ടാക്കുന്ന സൂറത്തുകളാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു. അടുത്തത് സൂറത്തുൽ മുൽക്ക് തബാറക. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇന്ന സൂറത്തുൽ മിനൽ ഖുർആൻ 30 ആയ. വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, അതിൽ 30 ആയത്തുകളുണ്ട്. ശഫാഅത്തു ലിറജുലിൻ. ആ സൂറത്ത് ഒരാൾക്ക് വേണ്ടി ശുപാർശ നടത്തുന്നു. ഹത്താ ഗുഫിറ ലഹു. എത്രത്തോളം ശുപാർശ പറയും? അവന്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നതുവരെ. അവന്റെ പാപം പുറത്തു കൊടുക്കണേ എന്ന് ഈ സൂറത്ത് ശുപാർശ പറയും. അങ്ങനെ അവന്റെ പാപം പൊറുക്കപ്പെടും. വഹിയ സൂറത്തു തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു എന്ന് പറയുന്ന സൂറത്താകുന്നു അത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ 30 ആയിട്ടുള്ള ശഫാഅത്ത് നടത്തുന്ന ആ ശഫാഅത്ത് മൂലം പാപം പൊറുക്കപ്പെടുന്ന സൂറത്ത്. അങ്ങനെ പറഞ്ഞ വിശദീകരിച്ചു കൊടുക്കുക. ഏതാണ് സൂറത്ത്? സൂറത്തുൽ മുൽക്ക്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു എന്ന് തുടങ്ങുന്ന സൂറത്താകുന്നു അത്. സൂറത്തു തബാറക ഹിയൽ മാനിഅ മിൻ അദാബിൽ ഖബർ. സിൽസിലത്തു സഹീഹയിൽ ശൈഖ് അൽബാനി സഹീഹാണെന്ന് പറഞ്ഞ ഹദീസ്. തബാറക എന്ന് പറയുന്ന സൂറത്ത് ഹിയൽ മാനിഅതു മിൻ അദാബിൽ ഖബർ. ഖബർ ശിക്ഷയിൽ നിന്ന് തടയുന്ന സൂറത്താകുന്നു. ഖബറിൽ ശിക്ഷ കിട്ടാനുള്ള കാരണങ്ങൾ ഹദീസിൽ പഠിച്ചിട്ടുണ്ട്. ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള വഴികൾ വിശ്വാസത്തിൽ പഠിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് സൂറത്തുൽ മുൽക്ക് അല്ലെങ്കിൽ തബാറക പാരായണം ചെയ്യുക. അപ്പൊ എല്ലാ ദിവസവും ഈ സൂറത്ത് പാരായണം ചെയ്താൽ അവന് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷയുണ്ടാകും. അതുപോലെ അവന് പിന്നെ പാപം പൊറുക്കപ്പെടാൻ വേണ്ടി ആ സൂറത്ത് തന്നെ ശഫാഅത്ത് നടത്തുന്നു. തിർമിദിയുടെ മറ്റൊരു റിപ്പോർട്ടിൽ ലാ യനാമു ഹത്താ യഖറഅ അലിഫ് ലാം മീം തൻസീലു വതബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു.
അൽ-ഇസ്ലാമീൻ തൻസീൽ, അതായത് സൂറത്ത് സജ്ദ, അത് നേരത്തെ പറഞ്ഞു. പിന്നെ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു എന്ന സൂറത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ഇത് പാരായണം ചെയ്യാതെ നബി ഉറങ്ങാറുണ്ടായിരുന്നില്ല. അവിടത്തെ നേരത്തെ 6 പറഞ്ഞു മുസബ്ബിഹാത്ത്, അതിന്റെ കൂടെ ഏത് പറഞ്ഞു? ഏതാ പറഞ്ഞു? സുമർ. പിന്നെ ഇവിടെ ഏത് പറഞ്ഞു? തബാറക. അപ്പൊ ഇത്രയും 6 ഉം 7 ഉം 8 സൂറത്ത്. ഈ 8 സൂറത്തിൽ എപ്പോഴാണ് ഓടുന്നത്? രാത്രി. ഇത് ഓതാനും നബി ഉറങ്ങിയിരുന്നില്ല. ഈ സൂറത്തിന്റെ പ്രത്യേകത ഉള്ളത് ഖബർ ശിക്ഷയെന്ന് രക്ഷ, പാവം മുറുക്കാനുള്ള സഹായത്ത്. മഗ്‌രിബ് ദിവസം ചുരുങ്ങിയത് ഏഴെണ്ണം ഓതാൻ പറ്റുന്നത് 8 ഓതാൻ പറ്റുന്ന 8 ഓതുക. അതിന് ചിലതെങ്കിൽ ചെറുത് ചെയ്യാൻ പറ്റുന്നത് ചെറുത് ഓതുക. ഈ തബാറക്ക ഓതിയാൽ ഈ പറഞ്ഞ 2 പുണ്യങ്ങൾ പ്രത്യേകമായി കിട്ടും. ഞാൻ എന്റെ ചെറുപ്പകാലത്തിന്റെ വലിയ പള്ളിയിൽ ഒരു പൊളിച്ച് പഴയ പള്ളിയിൽ കിടന്നുണ്ടായിരുന്നു. അതിലിങ്ങനെ തൂർമ്മച്ചാരി ഇരുന്നിട്ട് സ്കെച്ച് സുന്നത്തേക്ക് ഇരുന്നാൽ ഈ തബാറക്ക ഇങ്ങനെ ഓടും. എല്ലാപ്പോ ഓടുന്നിട്ട് ഞാൻ കുറെ നാളെ കേട്ട് പഠിച്ചു. അന്നൊന്നും ഇതിന്റെ മഹത്വം നമുക്കറിയില്ല. അങ്ങനെ സാധാരണ ഓതറൂത്തിൽ ഓടിക്കും. പിന്നെ ഹദീസ് പഠിച്ചപ്പോഴാണ് ഇതിങ്ങനെ ഹദീസിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അടുത്തത് സൂറത്തുൽ അഅല, സൂറത്തുൽ ഗാശിയ. നേരത്തെ മുസബ്ബിഹാത്തിന്റെ കൂട്ടത്തിൽ സബ്ബിഹിസ്മ സൂറത്തുൽ അഅല വന്നു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഫിൽ ഈദൈൻ വഫിൽ ജുമുഅ ബിസബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല വഹൽ അതാക ഹദീസുൽ ഗാശിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരത്തിൽ സൂറത്തുൽ അഅലയും സൂറത്തുൽ ഗാശിയയും പാരായണം ചെയ്യാറുണ്ടായിരുന്നു. പ്രത്യേകത ജീവിതത്തിന്റെ കാര്യമില്ല. അതിലെന്താണ് ഈ പറഞ്ഞ വിശ്വാസവുമായി ബന്ധപ്പെട്ടതും പരലോകവുമായി ബന്ധപ്പെട്ടതും നരകശക്തിയുമായി ബന്ധപ്പെട്ടതും ഒക്കെയായ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണ് ആ ചെറിയ 2 സൂറത്തുകളിലുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ പെരുന്നാളിനെ കുറിച്ച് പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു അവസരം എന്നുള്ള നിലയ്ക്ക് ഈ 2 സൂറത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ഇനി പെരുന്നാളും വെള്ളിയാഴ്ചയും ഒരുമിച്ച് വന്നാലും ഈ യൗമിൻ വാഹിദ് ഒരൊറ്റ ദിവസം യഖറഉ ബിഹിമാ അയ്ളൻ ഫി സ്വലാത്തൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 2 നമസ്കാരത്തിൽ അഅലയും ഗാശിയയും തന്നെ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞു വെള്ളിയാഴ്ച ജുമുഅക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅയും മുനാഫിഖൂനും പാരായണം ചെയ്യും. ഇവിടെ എന്ത് പറഞ്ഞു? അഅലയും ഗാശിയയും ഓതും. പിന്നെ പെരുന്നാൾ വന്നും എന്തോതും? ഹാഫും ഖമറും ഓതും. അല്ലെങ്കിൽ എന്തും ഓതാം? അയലയും ഗാശിയയും ഓതാം. ഇനി പെരുന്നാളും വെള്ളിയാഴ്ചയും വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാളിലും അയലയും ഗാശിയയും ഓതും. പെരുന്നാളിലും ജുമുഅക്കും എന്തോതും? അയലയും ഗാശിയയും ഓതും. ഒരു ദിവസം 2 വന്നാൽ ചിലപ്പോൾ 2 സ്കാരത്തിൽ 2 സൂറത്ത് തന്നെ ഓതും. അപ്പൊ നേരത്തെ അതന്നെ ഓതി ഇന്നൊന്ന് മാറ്റി ഓതി വെക്കുക എന്ന് വിചാരിച്ചില്ല. അപ്പൊ എന്തുകൊണ്ടാ? അതതിന്റെ പ്രത്യേകത മനസ്സിലാക്കാൻ. അപ്പൊ വെള്ളിയാഴ്ച സുബ്ഹ് അത് നേരത്തെ പറഞ്ഞു. പെരുന്നാൾ അതിന്റെ പ്രത്യേകമായി ഒന്ന് സുഹൃത്ത് പറഞ്ഞു. ജുമുഅക്ക് പ്രത്യേകമായി ഒന്ന് സുഹൃത്ത് പറഞ്ഞു. എന്നാൽ ഇവിടെ കൂട്ടത്തിലൊരു കാര്യം പറയാം. അതെന്താ? നമ്മുടെ നാട്ടിൽ പലപ്പോഴും പല മുജാഹിദ് പള്ളികളിലും ഒക്കെ കേൾക്കാറുള്ള ഒരു കാര്യം എന്താണ്? മഗ്‌രിബ് ആയാൽ പിന്നെ വ്യാഴാഴ്ച വൈകുന്നേരമായാൽ തുടങ്ങും എന്തോതില് സൂറത്തുൽ ജുമുഅയും സൂറത്തുൽ മുനാഫിഖൂൻ. സുബ്ഹിക്ക് നേരത്തെ പറഞ്ഞ സജ്ദയും ദഹറിനും പകരം എന്തോതും? അയലയും ഗാശിയയും ഓതും. എന്നാൽ മഗ്‌രിബും ഇശാക്കും സുബ്ഹിക്കും ഒക്കെ ജുമുഅ, മുനാഫിഖൂൻ, അയല, ഗാശിയ. അപ്പൊ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും നാളെ വെള്ളിയാഴ്ചയാണല്ലോ മൂപ്പർക്ക് ഊതിന് അല്ലേ? യഥാർത്ഥത്തിൽ സഹോദരന്മാരെ, ഈ മഗ്‌രിബിനും ഇശാക്കും സുബ്ഹിനും ഈ പറഞ്ഞ അയലയോ ഗാശിയയോ ജുമുഅയോ മുനാഫിഖൂനോ ഓതാൻ വല്ല തെളിവുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഈ ഇടന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടാൽ നീ അറിയിക്കുക. ഞാൻ കണ്ടില്ല എന്ന് ഞാൻ പറയുന്നു. ഇല്ല ഞാൻ പറയില്ല അല്ലേ? ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ദുൽഹിജ്ജ 1 മുതൽ അശ്റിൽ ആദ്യത്തെ 10 നോമ്പ് നിൽക്കുന്നതായി ഞാൻ കണ്ടിട്ടേയില്ല എന്ന് മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ആൾക്കാർ പറഞ്ഞു അന്ന് നോമ്പന്നല്ല. എന്നാൽ വേറെ വാരി പറഞ്ഞു നബി അന്ന് നോമ്പ് ഒഴിവാക്കാറേ ഉണ്ടായിരുന്നില്ല. ഇത് 1 മുതൽ 9 വരെ ദുൽഹിജ്ജ. അപ്പൊ ആയിഷ ഇല്ല എന്നല്ലേ പറഞ്ഞു. അത് മുസ്ലിം ഹദീസല്ലേ? അതിനേക്കാൾ താഴെ പരമ്പര നോക്കിയാൽ സിഹത്ത് നോക്കിയാൽ സ്ഥാനം നോക്കിയാൽ താഴത്തെ റിവായത്താണ്
ഒഴിവാക്കാറുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് നബിന്റെ ഭാര്യമാരെന്നാണ്. അപ്പൊ മറ്റൊരു മുസ്ലിമിന്റെ സ്വീകരിക്കാൻ നോമ്പ് കണ്ട എന്ന് പറഞ്ഞ ആൾക്കല്ല. പക്ഷെ അതിന് പണ്ഡിതന്മാരെന്താ പറഞ്ഞത്? ആയിഷാദി കണ്ടത് ആയിഷാദി റിപ്പോർട്ട് ചെയ്തു, ഞാൻ കണ്ടില്ല. അറിഞ്ഞത് റിപ്പോർട്ട് ചെയ്തു, മറ്റേ ഭാര്യമാർ കണ്ടതുകൂടി റിപ്പോർട്ട് ചെയ്തു. അപ്പൊ ആയിഷാദി കണ്ടില്ല എന്നുള്ളതുകൊണ്ട് ഒരു കാര്യം ഇല്ലാന്ന് വരൂല. അതുപോലെ ഞാൻ പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ഇല്ലാന്ന് മനസ്സിലാക്കണ്ട, ഉണ്ടെങ്കിൽ നിങ്ങൾ വിവരിക്കുക. ഈ പറഞ്ഞ 3 വക്തിനും അയലയോ വാസിയോ ജുമയോ മുനാഫിഖൂനോ ഓതാൻ എവിടെയും തെളിവ് ഞാൻ കണ്ടിട്ടില്ല. ഉള്ള തെളിവ് എന്തിനാ? എവിടെ ഓതാനാണ്? ജുമന്റെ നിസ്കാരത്തിൽ ഓതാനാണ്. അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റൂല. അപ്പൊ നമ്മുടെ മുജാഹിദ് പള്ളികളിൽ പോലും ഞാനത് ഒരു സുല്ലമയോട് പറഞ്ഞു, ഇങ്ങനെ പതിവായി ഓർമ്മകൾക്കുണ്ട്, എന്താണ് വല്ല തെളിവുണ്ടോ? അപ്പോ തെളിവുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ അതുപോലെ സുബൈക്കും സിറാജും ഓടി. അപ്പൊ എനിക്ക് പിന്നെ സജിതയും ബഹ്റും അറിയില്ല എന്നും പറഞ്ഞു കൂട്ടത്തിൽ. അപ്പൊ ഞാൻ പറഞ്ഞു, അറിയില്ലെങ്കിൽ വേറെ വല്ല സുഹൃത്തുക, അല്ലാതെ സ്ഥിരമായി ഓതുക. അപ്പൊ ഒരു സുന്നത്തായി ആക്കാൻ മനസ്സിലാക്കി. നബിസല്ലാസിനും അങ്ങനെ സുന്നത്ത് പഠിപ്പിച്ചിട്ടില്ല. ഉണ്ടെന്നോ പറഞ്ഞില്ല, ഇതൊന്നും ന്യായിക്കണില്ല. പക്ഷെ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞതിന് ശേഷവും വീണ്ടും പിന്നെ ഒരു സലാഹി ഇതും സ്ഥിരമായി ഓതുന്നു പറഞ്ഞിട്ടും മാറ്റം വരുത്തിയിട്ടില്ല. ഇപ്പോഴും അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പറഞ്ഞുകൊണ്ട് നമുക്ക് നെൽമ സ്വീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണോ എന്താ അറിയില്ല. അല്ലെങ്കിൽ പറഞ്ഞെതിരില്ല എന്നുള്ളൊരു വാശി ഉണ്ടാവുമല്ലോ. പറഞ്ഞനുസരിച്ച് പറഞ്ഞനുസരിച്ച് ചെയ്യാന്നുള്ള അതിനാ വാശി വേണ്ടിയത്. അങ്ങനെ വാശിയിട്ടുണ്ട്. കേട്ടതിന് എതിര് ചെയ്യാന്നുള്ള വാശിയാണ് ഇപ്പോൾ ആളുകൾക്കുള്ളത്. അപ്പൊ അങ്ങനെ വാശി എന്നറിയില്ല. ഏതായാലും ഇത് പല സ്ഥലത്തും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ പരിശോധിക്കുക. അങ്ങനെ ഒരു സുന്നത്ത് എവിടെയും ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അടുത്തത് സൂറത്തുൽ പിന്നെ വിത്രി കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൂസിറു ബിസലാത്തി يقرأ في الأولى بسبح اسم ربك الأعلى وفي الثانية بقل يا أيها الكافرون والثالثة بقل هو الله أحد. കാഫിറൂൻ ഖുൽ അല്ലാഹു അഹദും ശേഷം പറയാം. ഇവിടെ അതിന്റെ കൂടെ പറഞ്ഞുകൊണ്ട് പറയാം, സബ്ബിസ്മിന്റെ കൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്റാത്തും ബിസലാത്തിൻ 3 റക്അത്ത് കൊണ്ട് വിത്റാക്കും. എന്നിട്ട് ഇത്രാക്കാൻ 1 റക്അത്ത് മതി. അത് പണ്ഡിതന്മാർ ശീലിച്ചിട്ടുണ്ട്. 1, 3, 5, 7, 9 ഒക്കെയായി ഇത്രാക്കാം. 1 ആകാം 3 ആകാം. നബിസല്ലല്ലാഹു 3 കൊണ്ട് ഇത്രാക്കും. അപ്പൊ ഒന്നാമത്തേതിൽ സബ്ബിഹ് റബ്ബിക്കൽ അഅ്ലാ ഓതും, രണ്ടാമത്തേതിൽ കാഫിറൂൻ ഓതും, മൂന്നാമത്തേതിൽ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യും. ഇത് നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ ആ ഹദീസ് എന്ത് മനസ്സിലായി? ഇവിടെ അയലക്ക് അങ്ങനെ പ്രത്യേകത കൂടിയുണ്ട്. കാഫിറൂൻ ഉണ്ട്. വിത്റിന്റെ 1ഉം 2ഉം ഇഖ്ലാസ് 3ാമത്തെയും റക്അത്തിൽ പാരായണം ചെയ്യുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി സ്വീകരിച്ച ഒരു കാര്യമാണ്. അടുത്തത് സൂറത്തുൽ കാഫിറൂൻ. ഫർവ ഇബ്നു നൗഫൽ എന്ന ആളിൽ നിന്ന് സഹാബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം നബി എടുത്തിട്ടുണ്ട്. ഫഖാല യാ റസൂലല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലിനി ശൈഅൻ അഖൂലുഹു ഇദാ അവൈതു ഇലാ ഫിറാശി ഖാല ഇഖ്റഉ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഫഇന്നഹാ ബറാഅത്തുൻ മിനശ് ശിർക്ക്. നബിയെ, രാത്രിയിൽ വിരിപ്പിലേക്ക് കിടന്നാൽ എനിക്ക് പാരായണം ചെയ്യാവുന്ന പറയാവുന്ന വല്ലതും എനിക്ക് താങ്കൾ പഠിപ്പിച്ചു തരണം. ഓരാനില്ല, എനിക്ക് പറയാവുന്ന വല്ലതും എനിക്ക് പഠിപ്പിച്ചു തരണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഫർവയോട് പറഞ്ഞു, ഇഖ്റഉ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, നീ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ പാരായണം ചെയ്യുക. ഫഇന്നഹു ബറാഅ മിനശ് ശിർക്ക്, അത് ശിർക്കിൽ നിന്നുള്ള മോചനമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോ സൂറത്തുൽ കാഫിറൂൻ രാത്രി ഓതും പാരായണം ചെയ്യുക. എത്രണ്ണായി? നേരത്തെ പറഞ്ഞ മുസബ്ബിഹ, പിന്നെ സുമർ 7, 8 ഏതാ മുൽക്ക് തബാറക 9 കാഫിറൂൻ. ഇതൊക്കെ ഓർമ്മ മുമ്പിൽ യോഗ്യ സുഹൃത്താണ്. നമുക്കൂടെ കഴിഞ്ഞ് നമ്മൾ ബാക്കി കാഴ്ച. അപ്പോ ഈ കാഫിറൂൻ പാരായണം ചെയ്യും. കാഫിറൂൻ പാരായണം ചെയ്താൽ എന്താണ്? ബറാഅത്തുൻ മിനശ് ശിർക്ക്, ശിർക്കിൽ നിന്നുള്ള മോചനമാകുന്നു. എന്നാൽ ശിർക്കിൽ നിന്നുള്ള മുക്തി കിട്ടും. എന്താ അങ്ങനെ പറയാൻ കാരണം? സൂറത്തുൽ കാഫിറൂന്റെ പ്രത്യേകതയുണ്ട്. ഭാഗ്യമില്ല.